ഏറ്റവും ആദരണീയരും ബഹുവന്യരുമായ ഈ മഹത്തായ വേദിയെ ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹത്തിന്റെ തേന്മഴ വർഷിച്ചു തന്ന ബഹുമാനപ്പെട്ട, ഞാൻ എന്റെ ഗുരുതുല്യം സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട ഖാലിദ് ഉസ്താദ്, മഹത്തായ ഈ വിജ്ഞാന വേദിയുടെ മഹനീയമായ ഉദ്ഘാടന കർമ്മം ഹ്രസ്വമായ വാക്കുകളിലൂടെ നടത്തിത്തന്ന ബഹുമാന്യനായ തൊട്ടക്കാട്ടുകര മുസ്ലിം ജമാഅത്തിന്റെ, അല്ലെങ്കിൽ തൊട്ടക്കാട്ടുകര എന്ന ഈ പ്രദേശത്തിന്റെ തന്നെ വിളക്കായ മഹത്തായ ദറസിന്റെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ ആദരണീയരായ ബഹുമാനപ്പെട്ട ലിയാർ ഉസ്താദ്, മറ്റുള്ള പണ്ഡിത മഹത്തുക്കളെ, ഈ വിജ്ഞാന വേദിയെ സാന്നിധ്യം കൊണ്ട് അലങ്കാരമാക്കി തന്ന, അഴകാക്കി തന്ന നല്ലവരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കൊച്ചനുജന്മാരെ, കൊച്ചനുജത്തിമാരെ, ഈ വിജ്ഞാന വേദി ഇവിടെ ഒരുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട നല്ലവരായ തൊട്ടക്കാട്ടുകര നിവാസികളായ യുവ സുഹൃത്തുക്കളെ, സർവാധിപതിയും സർവേശ്വരനും സർവത്തിന്റെയും നിയന്താവുമായ പ്രപഞ്ചത്തിന്റെ നാഥൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളുടെ ഒരുമിച്ച് കൂടലിനെ അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. നാളെ ഇതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന അനുഗ്രഹീത സ്വർഗീയ ലോകത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് ഇതുപോലെ ഒരുമിച്ച് കൂടാൻ കരുണാവാനായ റബ്ബ് അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനിടയിൽ അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മിൽ നിന്നും നാമുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ റബ്ബ് അവന്റെ കാരുണ്യം കൊണ്ട് സർവ്വതും വിട്ടുപുറത്തും മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള ജീവിതമെങ്കിലും പടച്ച റബ്ബിന്റെ തൃപ്തിക്ക് വിധേയരായി ജീവിക്കാനും പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കാനുള്ള ഉള്ളതാക്കി തന്ന അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞ് ഖബർ ജീവിതം നയിക്കുന്ന ഖബറാളികൾ അല്ലാഹു അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പാരത്രിക ലോക ജീവിതം അല്ലാഹു വിജയത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, തൊട്ടക്കാട്ടുകര എന്ന് പറയുന്ന ഈ നാട് എന്തുകൊണ്ടും അനുഗ്രഹീതമായ ഒരു നാട് തന്നെയാണ്. കാരണം ഇന്ന് കേരളത്തിൽ അങ്ങോളം പരിശോധിച്ചാൽ പല ദറസുകളും ഇന്ന് നിന്നു പോകുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. പഠിക്കാൻ വിദ്യാർത്ഥികൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് കുറഞ്ഞത് കാരണം പല ദറസുകളും പ്രഗത്ഭരായ പല ഉസ്താദുമാരുടെയും പല ദറസുകൾ ഇന്ന് വളരെയധികം നിന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യനായ കൊടുവേലിപ്പടി ഉസ്താദ് ഒരു കാലത്ത് എത്രയോ വിദ്യാർത്ഥികൾ പഠനം നടത്തിയ ദറസായത്. അങ്ങനെ എല്ലാ മേഖലകളിലേക്ക് നോക്കുമ്പോൾ, ഓരോ നാടുകളിലേക്ക് നോക്കുമ്പോഴും ദറസ് മുദരിസന്മാര് ധാരാളമുണ്ട്. പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ചിലത് ഉസ്താദിൽ മുദരിസിനെ വേണം, പിന്നെ മുദരിസിനെ തരാൻ കുട്ടികൾ ഉണ്ടാവില്ല. അത് പറ്റില്ല, കുട്ടികളുള്ള മുദരിസിനെ തരണം എന്ന് പറയുന്ന ഒരവസ്ഥ. മുദരിസന്മാര് ധാരാളമുണ്ട്, പക്ഷെ പഠിക്കാൻ വിദ്യാർത്ഥികൾ കടന്നു വരാത്ത ഒരവസ്ഥ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് തൊട്ടക്കാട്ടുകരായി മഹല്ലിൽ ഇന്നും ഒരു ദറസ് സജീവമായി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ റബ്ബിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം ഈ മഹത്തായ നാട്ടിൽ ദറസിന്റെ പ്രാരംഭം കുറിച്ചത് മഹാനായ കാരക്കാട് ഉസ്താദാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ പാരത്രിക ലോക ജീവിതം അള്ളാഹു പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. ആ മഹാനുഭാവന്റെ ഹജാഹു ബറക്കത്ത് കൊണ്ട് അള്ളാഹു നാളെ നമ്മളെയെല്ലാം ഉഖ്റവിയായ ആലിമീങ്ങളിൽ ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ബഹുവന്യരുടെ കരങ്ങളാലാണ് തൊട്ടക്കാട്ടുകര ആദ്യമായി ദറസ് സ്ഥാപിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ മഹാനുഭാവന്റെ ആ ബറക്കത്ത് കൊണ്ടാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. തൊട്ടക്കാട്ടുകര അതിനുശേഷം ദറസ് നിന്നിട്ടില്ലല്ലോ അല്ലെ. ഇന്നും സജീവമായി ദീനിന്റെ കാവൽ ഭടന്മാരായ മുതഅല്ലിമീങ്ങൾ അലങ്കാരമായി, വേദിയുടെ തന്നെ അലങ്കാരമായി നമുക്ക് മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നാടാണ്. അലിമീങ്ങളെ കൊണ്ട്, ഉലമാക്കളെ കൊണ്ട് സമ്പന്നമായ സമ്പുഷ്ടമായ ഒരു നാട്ടിലാണ് നാം നിലകൊള്ളുന്നത്. ഏതായാലും ഇവിടുത്തെ യുവ സമൂഹത്തെ അഭിനന്ദിക്കാതെ വയ്യ. കാരണം
മൺമറഞ്ഞു പോയ അവരുടെ ജീവിതത്തിൽ ഒരു നോക്ക് പോലും കണ്ടിട്ടില്ലാത്ത ബഹുമാനപ്പെട്ട കാരക്കാട് ഉസ്താദിന്റെ പേര് തന്നെ ഈ നഗരിക്ക് കൊടുക്കാൻ അവർ കാണിച്ച ആ പ്രതിബദ്ധതയെ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാകാത്തതാണ്. കാരണം ഇന്നത്തെ യുവതലമുറ ഈ രംഗത്തോടൊന്നും യാതൊരു താല്പര്യവുമില്ലാതെ ഭൗതികമായ മറ്റുള്ള കാര്യങ്ങളിൽ ആകൃഷ്ടരായി വഴിമാറി പോകുന്ന ഒരവസ്ഥയിൽ ഒരു കൂട്ടം നല്ലവരായ ചെറുപ്പക്കാര് മഹത്തായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇതുപോലെയുള്ള ഒരു വിജ്ഞാനവേദികൾ ഒരുക്കുകയും അതിന് മൺമറഞ്ഞു പോയൊരു മഹാനുഭാവന്റെ നാമധേയം തന്നെ നൽകുകയും ചെയ്തതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുവാക്കളെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനിയും ദീനിന്റെ കാര്യങ്ങളിൽ, പരിശുദ്ധമായ മതത്തിന്റെ സുന്ദരമായ കാര്യങ്ങളിൽ ഊർജ്ജസ്വലതയോടെ ഇടപെടുവാനും ദീനി രംഗത്ത് പുരോഗതികൾ ഉണ്ടാക്കാനുമുള്ള ഊർജ്ജവും അതിനുള്ള ആരോഗ്യവും അല്ലാഹു അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, കൂടുതൽ ആമുഖത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഈ വൈകിയ വേളയിൽ തന്നെ നമുക്കറിയാം, ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ജാഹിലിയത്ത് തിരിച്ചു വരുമ്പോൾ എന്നുള്ളതാണ്. കാലഘട്ടം വളരെ ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കലോചിതമായി നാം ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത്. പ്രിയപ്പെട്ടവരെ, ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ വിവരക്കേട് എന്നാണ് അതിന്റെ നേരായ ഒരു വാക്കർത്ഥം നമുക്ക് നൽകാൻ കഴിയുക. ആ ജാഹിലിയത്തിന് ഉപയോഗിക്കപ്പെടുന്ന വിശാലമായ ഒരു അർത്ഥമുണ്ട്. അഥവാ അക്രമം, അനീതി, അധാർമികത, ഇതിന്റെയൊക്കെ മൊത്തം പേരായിട്ട് നമുക്ക് ജാഹിലിയത്തിനെ വിശേഷിപ്പിക്കപ്പെടാൻ സാധിക്കും. ആ ജാഹിലിയത്ത് തിരിച്ചു വരുമ്പോൾ എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്ട്. തിരിച്ചു വരുമ്പോൾ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മുമ്പ് അത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. ഒരു കാര്യം തിരിച്ചു വരുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഏതൊരു വസ്തുവാണെങ്കിലും അത് തിരിച്ചു വരുമ്പോൾ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? മുമ്പ് അതിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. മുമ്പില്ലാത്തൊരു വസ്തുവിനെ കുറിച്ച് അത് വരുമ്പോൾ ഒരിക്കലും അത് തിരിച്ചു വരുന്നു എന്ന് നമ്മൾ പറയാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജാഹിലിയത്ത് തിരിച്ചു വരുമ്പോൾ എന്ന് പറയുമ്പോൾ മുമ്പ് ഒരു ജാഹിലിയത്ത് ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്, ജാഹിലിയത്ത് മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ആ കഴിഞ്ഞുപോയ അല്ലെങ്കിൽ ആ കുടിച്ചു മൂടപ്പെട്ട ജാഹിലിയത്തിന്റെ മടങ്ങി വരവാണ് ഇന്ന് വർത്തമാന കാലഘട്ടം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. മുമ്പൊരു ജാഹിലിയ കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തായിരുന്നു ആ ജാഹിലിയ കാലഘട്ടത്തിന്റെ പ്രത്യേകത? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബിസീനിയയിലെ നജാഷി രാജാവിന്റെ അടുക്കലേക്ക് പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനവുമായി കൊണ്ട് അയച്ച ജഅഫർ ഇബ്നു അബീ താലിബിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ആ ജാഹിലിയ കാലഘട്ടത്തിലെ ജീവിതം എന്തായിരുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബിസീനിയയിലെ നജാഷി രാജാവിന്റെ അടുക്കലേക്ക് പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനവുമായി കൊണ്ട് പരിശുദ്ധമായ ദീനിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി ജഅഫർ ഇബ്നു അബീ താലിബിനെ നിയോഗിക്കുകയാണ്. നജാഷി രാജാവിന്റെ മുന്നിലേക്ക് ചെന്ന ജഅഫർ ഇബ്നു അബീ താലിബ് നജാഷി രാജാവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പറയുകയാണ്, കുന്നാ അഹ്ല ജാഹിലിയ്യ. നജാഷി രാജാവിന്റെ മുന്നിൽ പറയുകയാണ്, ഞങ്ങൾക്ക് മുമ്പൊരു കാലഘട്ടമുണ്ടായിരുന്നു, ഞാൻ ഇന്ന് പരിശുദ്ധമായ മതത്തിന്റെ പ്രബോധനത്തിന്റെ ദൗത്യമേറ്റുകൊണ്ട് വന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദൂതുമായി കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. എനിക്ക് മുമ്പൊരു കാലഘട്ടമുണ്ടായിരുന്നു, ഞാൻ ഈ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ ജീവിതം എന്തായിരുന്നു? അദ്ദേഹം പറയുന്നു, ഞങ്ങളായിരുന്നു അഹ്ല ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിന്റെ അഹ്ലുകാരായിരുന്നു ഞങ്ങൾ. ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരായിരുന്നു ഞങ്ങൾ. എന്തായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്? അദ്ദേഹം പറയുകയാണ്, നഅ്ബുദുൽ അസ്നാം. ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. പടച്ച റബ്ബിന് തുല്യമായി മറ്റ് ബിംബങ്ങൾക്ക് ഞങ്ങൾ ആരാധനകൾ അർപ്പിക്കുന്നവരായിരുന്നു. ഞങ്ങൾ ലാത്തയ്ക്ക് പ്രണാമം അർപ്പിക്കുന്നവരായിരുന്നു. ഞങ്ങൾ ഉസ്സയ്ക്ക് മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുന്നവരായിരുന്നു. മനാത്തയുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയുന്നവരായിരുന്നു.
നഅ്ബുദുൽ അസ്നാം, ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. പിന്നെയോ വനഅ്കുലുൽ മൈത, ഞങ്ങളതാ ശവങ്ങളെ ഭക്ഷിക്കുന്നവരായിരുന്നു. ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ മുമ്പുള്ള ജീവിതം അതായിരുന്നു. ബിംബങ്ങൾക്ക് മുന്നിൽ സാഷ്ടാംഗ പ്രണാമം വീണുകൊണ്ടിരുന്നവർ. എന്താവശ്യമുണ്ടെങ്കിലും ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും മുന്നിലേക്ക് ഓടിക്കൊണ്ടിരുന്നവർ. ഞങ്ങളിൽ ജന്മം, ഞങ്ങൾ അല്ലാഹുവിന്റെ നാമത്തിൽ അറുക്കപ്പെടാത്ത ശവങ്ങൾ ഭക്ഷിക്കുന്നവരായിരുന്നു ഞങ്ങൾ. പിന്നെയോ വനഅത്തിൽ ഫവാഹിഷ്, മ്ലേച്ഛതകളായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. മ്ലേച്ഛമായൊരു ജീവിതമായിരുന്നു ഞങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവരായിരുന്നു ഞങ്ങൾ. യാതൊരു പരിഗണനയും കുടുംബ ബന്ധങ്ങൾക്ക് നൽകാതെ കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന ഒരു ജീവിതമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. പിന്നെയോ വനസീഉൽ ജിവാർ, അയൽവക്കബന്ധം, ഞങ്ങളുടെ അയൽവാസികളെ ഞങ്ങൾ ക്രൂരമായി ബുദ്ധിമുട്ടിക്കുന്നവരായിരുന്നു. അയൽവാസികളോടുള്ള ഹക്കുകളിൽ ഞങ്ങൾ വീഴ്ച വരുത്തുന്നവരായിരുന്നു. അങ്ങേയറ്റം ഞങ്ങളുടെ അയൽവാസികളെ ഞങ്ങൾ വേദനിപ്പിക്കുമായിരുന്നു. പിന്നെയോ വയക്കുലു മിന്നാ അൽ ഖവിയ്യുൽ ലഈഫ്, ഞങ്ങളിൽ നിന്ന് തന്റെ ഇടമുള്ളവർ, കാര്യബോധമുള്ളവർ, തന്റെ ഇടമുള്ളവർ എന്ത് ചെയ്യും? ബലഹീനരായ ആളുകളുടെ മേൽ ഞങ്ങൾ അക്രമം നടത്തുമായിരുന്നു. അവരുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങുമായിരുന്നു. തന്റെ ഇടം കൊണ്ട്, കയ്യൂക്ക് കൊണ്ട്, തടിമിടുക്കുകൊണ്ട് പാവപ്പെട്ട ബലഹീനരെ ഞങ്ങൾ അടിച്ചമർത്തുമായിരുന്നു. എന്നിട്ട് പറയുന്നു, ഹത്താ ബഅസല്ലാഹു ഇലൈനാ റസൂലൻ മിന്നാ, ഏതുവരെ? ഞങ്ങളിൽപ്പെട്ട ഒരു ദൂതൻ, ഞങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകൻ ഞങ്ങളിലേക്ക് വരുന്നത് വരെ, ഞങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകൻ ഞങ്ങളിലേക്ക് കടന്നു വരുന്നത് വരെ ഞങ്ങളുടെ ജീവിതം ഇതായിരുന്നു. ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു, കുടുംബ ബന്ധങ്ങളെ മുറിക്കുന്നവരായിരുന്നു. മ്ലേച്ഛമായ പ്രവർത്തനമായിരുന്നു ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളിൽ നിന്നുള്ള ദൂതൻ ഞങ്ങളിലേക്ക് കടന്നു വരുന്നത് വരെ. പറഞ്ഞത് ജഅഫർ ഇബ്നു അബീ താലിബ് നജാഷി രാജാവിന്റെ മുന്നിൽ ജാഹിലിയത്തിനെ കുറിച്ച്, ആ ജാഹിലിയ കാലഘട്ടത്തിലെ ജീവിത രീതിയെ കുറിച്ച് പറയുകയാണ്. ആ സമൂഹത്തിലേക്കാണ് അല്ലാഹുവിന്റെ പ്രവാചകനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രകാശവുമായി കൊണ്ട് കടന്നു വന്നത്. സത്യമെന്തെന്നറിയാതെ അസത്യത്വത്തിലായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹം. ശാസ്ത്രലോകം ആ യുഗത്തെ വിളിക്കുന്നത് ഡാർക്ക് ഏജ് യുഗമെന്നാണ്. ഇരുണ്ടുപോയ യുഗം, അന്ധകാരത്തിലേക്ക് ഇരുണ്ടുപോയ ഒരു സമൂഹം, അന്ധകാരത്തിന്റെ ഇരുട്ടിന്റെ ആഴത്തിലേക്ക് ഊളിയിട്ട് പോയൊരു സമൂഹത്തിന്റെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നു വരുന്നത് പ്രകാശത്തിന്റെ വെളിച്ചവുമായിട്ടാണ്, സത്യത്തിന്റെ വെളിച്ചവുമായിട്ടാണ്. ധർമ്മമെന്തെന്നറിയാതെ അധർമ്മത്തിന് വേണ്ടി പോരടിച്ചിരുന്ന ആ സമൂഹത്തിന്റെ മുന്നിലേക്ക് ധർമ്മത്തിന്റെ വെള്ളി വെളിച്ചവുമായി കടന്നു വന്ന പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു. എല്ലാ ഉച്ചനീചത്വങ്ങളും അല്ലാഹുവിന്റെ പ്രവാചകൻ തൂത്തെറിഞ്ഞു. എല്ലാ ഉച്ചനീചത്വങ്ങളും, എല്ലാ ജാഹിലിയ കാലഘട്ടത്തിലെ എല്ലാ സ്വഭാവങ്ങളും അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൂത്തെറിയുകയാണ്. ചരിത്ര പ്രസിദ്ധമായ അറഫ പ്രസംഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗം അറഫ മൈതാനിയിൽ, അറഫ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഉദ്ഘാടകനായ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ, അലാ കുല്ലു ശൈഇൻ മിൻ അംറിൽ ജാഹിലിയ തഹ്ത ഖദമി ലോകത്തിന്റെ നായകൻ പ്രഖ്യാപിക്കുകയാ, അറഫ മൈതാനിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയാ, അറിയണേ, എല്ലാ ജാഹിലിയത്തും ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ പ്രവർത്തനങ്ങളും തഹ്ത ഖദമീ ഇതാ എന്റെ കാൽക്കീഴിൽ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുകയാണ്. എന്റെ കാൽക്കീഴിൽ ചവിട്ടിയരക്കപ്പെട്ടിരിക്കുകയാണ്. അതാ അതിനിവിടെ കുഴിച്ചു മൂടിയിരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ,
എല്ലാ ജാഹിലിയത്തും ഇവിടെ കുടിച്ചുമൂടിയിരിക്കുകയാണ്. ഇനി ആ ഒരു സംസ്കാരം ആരിലും വേണ്ട, ഇനി ആ ഒരു സ്വഭാവം ആരിലും വേണ്ട, ഇനി ആ ഒരു സംസ്കാരത്തെ ആരും അനുധാവനം ചെയ്യണ്ട. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാർഘ്യ യുഗമെന്ന് ശാസ്ത്രം പേരിട്ട് വിളിച്ച ആ യുഗത്തിൽ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്നറിയാതെ ജീവിച്ചിരുന്ന കട്ടറബി സമൂഹം, മദ്യവും മദിരാശിയും സുഖലോലുപതയും മാത്രം ജീവിതത്തിന്റെ മുഖമുദ്രയാക്കിയിരുന്ന സമൂഹം, മദ്യത്തിനു വേണ്ടി മദ്യചഷകങ്ങൾ എല്ലാ സദസ്സുകളിലും മദ്യചഷകങ്ങളെ കൊണ്ട് വേളകൾ കൊഴുപ്പിച്ചിരുന്ന ഒരു സമൂഹം, മദിരാശിമാര് ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്ന ഡാൻസ് ആടിക്കൊണ്ടിരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നു വന്നത് ദിവ്യ വെളിച്ചവുമായിട്ടാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവർക്ക് മുന്നിലേക്ക് സത്യത്തിന്റെ സത്പാതാവ് കാണിച്ചു കൊടുത്തപ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവരെ സംസ്കരിച്ചെടുത്തപ്പോ ഏതൊരവസ്ഥയിലേക്കാ അവർ എത്തിയതെന്നറിയണ്ടേ? ലോകമെങ്ങുമുള്ള വിശ്വാസി സമൂഹം അവരുടെ പേര് കേൾക്കുമ്പോൾ നാവിലൂടെ റളിയല്ലാഹു അൻഹു നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് തർളിയത്ത് ചെല്ലുന്ന ഒരു പദവിയിലേക്ക് ആ സമൂഹത്തെ അല്ലാഹുവിന്റെ പ്രവാചകൻ കൈപിടിച്ച് നയിച്ചുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് കുടിച്ചുമൂടിയ ജാഹിലിയത്തുണ്ടല്ലോ, ആ ജാഹിലിയത്തിന് പൂർവാധികം ശക്തിയായി തിരിച്ചു വന്നിരിക്കുകയാ. ശാസ്ത്രം വികാസം കൊണ്ടു എന്ന് അഹങ്കരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ലോകത്ത് മഹാവിസ്ഫോടനം സംഭവിച്ചു എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന ഈ വർത്തമാന യുഗത്തില് ലോകം കണ്ടുപിടുത്തങ്ങളെ കൊണ്ട് ലോകം പുരോഗതിയിലേക്ക് കടന്നു പോകുന്നു എന്ന് പറഞ്ഞ് അഹങ്കരിക്കുമ്പോ, ലോകത്ത് വിജ്ഞാന വിസ്ഫോടനമുണ്ടായി എന്ന് പറഞ്ഞ് അഹങ്കരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര് ചിന്തിക്കണം, മറുവശത്തെ ലോകം തകർന്നടിയുകയാണ്, മറുവശത്തെ പ്രപഞ്ചം തകർന്നടിയുകയാണ്, മറുവശത്തെ പ്രപഞ്ചം അതിന്റെ ഒടുക്കത്തിലേക്കുള്ള പ്രയാണം നടത്തുകയാണ്, പ്രപഞ്ചം അതിന്റെ അവസാനത്തിലേക്കുള്ള പ്രയാണം നടത്തുകയാണ്, പ്രപഞ്ചം അതിന്റെ നാശത്തിലേക്കുള്ള വഴിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെ, ഒരു വശത്ത് ലോകം പുരോഗമിക്കുന്നു, ചന്ദ്രനിലേക്ക് പോകുന്ന മനുഷ്യൻ, ചൊവ്വയിലേക്ക് പോകുന്ന മനുഷ്യൻ, ചൊവ്വയിൽ സ്ഥലമുണ്ടോ വെള്ളമുണ്ടോ എന്നുള്ള കണ്ടുപിടുത്തങ്ങൾ, ഇങ്ങനെ ശാസ്ത്രം വളർന്ന് പന്തരിക്കുമ്പോ മറുവശത്തിതാ ലോകമതാ പതനത്തിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ജാഹിലിയത്ത് തിരിച്ചു വരുന്നു? പൂർവാധികം ശക്തിയായി തിരിച്ചു വരുന്നു. ഒരിക്കലും നിങ്ങൾ അനുധാവനം ചെയ്യല്ലേ, ഈ സംസ്കാരം നിങ്ങൾ പിൻപറ്റല്ലേ എന്ന് പറഞ്ഞ് 14 മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ അറഫാ മൈതാനിയിൽ വെച്ച് കുടിച്ചുമൂടിയ ജാഹിലിയത്ത് പൂർവാധികം ശക്തിയായിക്കൊണ്ടെന്ന് ലോകത്തേക്ക് തിരിച്ചു വരികയാണ്. വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പല രംഗങ്ങളും കാണേണ്ട അവസ്ഥയല്ലേ? അല്ലേ? റോട്ടിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയല്ലേ? കണ്ണുകൊണ്ട് കാണാൻ അറയ്ക്കുന്ന രംഗങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ചെവി കൊണ്ടൊരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാർത്തകൾ നമ്മുടെ ചെവികളിലേക്ക് വന്നടച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങും മ്ലേച്ഛതയാണ് ലോകത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. മ്ലേച്ഛതയുടെ വിളനിലമായി ലോകം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഡാർക്ക് ഏജ് യുഗത്തിലേക്ക് തിരിച്ചു പോവുകയാണെന്ന സമൂഹം. ധർമ്മം എന്തെന്നറിയാതെ അധാർമികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സമൂഹം, സത്യം എന്തെന്നറിയാതെ അസത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന സമൂഹം, നീതി എന്തെന്നറിയാതെ അനീതിക്ക് വേണ്ടി കൊടിപിടിക്കുന്ന ഒരു സമൂഹമായി വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ഇതിനൊരു പരിഹാരമുള്ളത്? എന്താണ് ലോകം ഇങ്ങനെ എത്തിപ്പെടാനുള്ള കാരണമെന്താ? ജാഹിലിയത്ത് തിരിച്ചു വരാനുള്ള കാരണം എന്താണ്? പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമുക്കിതിൽ നിന്ന് മോചിതരാകാൻ കഴിയുന്നത്? എന്താണ് ഒരു മോചനമാർഗമുള്ളത്? ആ ഡാർക്ക് ഏജ് യുഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ വന്നിരുന്നു. ആ ഡാർക്ക് ഏജ് യുഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവരെ കൈപിടിച്ചുയർത്താനുണ്ടായിരുന്നു. അവരെ തർളിയത്ത് ചെല്ലുന്ന അവസ്ഥയിലേക്ക് അവരെ സംസ്കരിച്ചെടുക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ ആ കാലഘട്ടത്തിൽ നിയോഗിതനായിരുന്നു. പക്ഷേ നമുക്കോ, വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ജാഹിലിയത്തിൽ നിന്ന് കരകയറാൻ എന്താണ് മാർഗമുള്ളത്? എന്താണ് അതിനൊരു പരിഹാരം? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ പരിഹാരം മാത്രമേയുള്ളൂ. ഇനിയൊരു പ്രവാചകൻ നമുക്ക് മുന്നിലേക്ക് വരാനില്ല, ഇനിയൊരു ദൈവദൂതൻ നമുക്ക് മുന്നിലേക്ക് നിയോഗിതനാകാനില്ല. കാരണം കടന്നുപോയത് ലോകത്തിന്റെ അവസാനമായി വന്ന പ്രവാചകനാണ്. കടന്നുപോയത് ഖാത്തിമുൻ നബിയാണ്, മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു
അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് കഴിഞ്ഞു പോയത് ഈ ലോകത്തേക്ക് വന്ന അന്ത്യപ്രവാചകനാണ്. ആ പ്രവാചകൻ കഴിഞ്ഞു പോയി. ഇനി ഒരു പ്രവാചകൻ ഈ ലോകത്തേക്ക് വരാനില്ല. ഇനി ഒരു പ്രവാചകൻ ഇങ്ങോട്ട് അയക്കുകയുമില്ല. അപ്പോ പിന്നെ എന്താണ് അതിനൊരു പരിഹാരമാർഗം? ഈ ജാഹിലിയ കാലഘട്ടം, ഈ ജാഹിലിയത്ത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോ ഒരൊറ്റ പരിഹാരം മാത്രമേയുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ 14 മുമ്പ് ഈ സമുദായത്തോട് പറഞ്ഞു തന്ന യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ, ആ സന്ദേശങ്ങളുണ്ടല്ലോ, ആ സന്ദേശങ്ങളെ ജീവിതത്തിൽ പകർത്തുക. ജീവിതത്തിലൂടെ ആ സന്ദേശങ്ങൾ ലോകത്തിന് മുന്നിലേക്ക് പറഞ്ഞു കൊടുക്കൽ മാത്രമാണ് ജാഹിലിയത്ത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മോചനത്തിന്റെ ഒരു മാർഗം. പ്രവാചക സന്ദേശങ്ങളെ അനുധാവനം ചെയ്യുക മാത്രമാണ്. പ്രവാചകൻ നമുക്ക് മുന്നിലേക്ക് വെച്ചു തന്ന മഹിതമായ ആദർശങ്ങൾ, മഹിതമായ സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങൾ ഉൾക്കൊള്ളൽ മാത്രമാണ് ഇതിനൊരു പരിഹാരമാവൂ. ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഒന്നാമതായി നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്താ? മനുഷ്യമഹാത്മ്യത്തെ ഹനിക്കലാണ്. മനുഷ്യമഹാത്മ്യത്തെ ഹനിക്കപ്പെടുകയാണ് വർത്തമാന ലോകത്ത്. മനുഷ്യത്വം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മനുഷ്യത്വം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭൂമിലോകത്തേക്ക് വന്നത് മാനവികതയെ ഉയർത്തിപ്പിടിക്കാനാണ്. യഹൂദിയുടെ ജനാസ കൊണ്ടുപോകുമ്പോ അതാ അല്ലാഹുവിന്റെ പ്രവാചകൻ വളരെ ഭക്തിപുരസ്സരം അല്ലാഹുവിന്റെ പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ അനുയായി വൃന്ദം വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അതൊരു യഹൂദിയുടെ മയ്യത്തല്ലേ, അതൊരു ജൂതന്റെ ജനാസയല്ല നബിയേ, അതിനുവേണ്ടി എന്തിനാണ് നബിയെ എഴുന്നേൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ അനുയായി വൃന്ദത്തോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്താ? ഓ സഹാബ, അത് ജൂതനാണെങ്കിലും സഹാബ, അതൊരു മനുഷ്യനാണ് സഹാബ, അതൊരു മനുഷ്യനാണ് സഹാബ എന്ന് പറഞ്ഞ് മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ പ്രഖ്യാപനം അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യത്വം ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യത്വം ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മനുഷ്യരെ കാണാൻ കഴിയുമോ ലോകത്ത്? ഇന്ന് മനുഷ്യനുണ്ടോ പ്രിയപ്പെട്ടവരെ ലോകത്ത്? ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദുവാണ് മനുഷ്യൻ. ആദമിന്റെ മക്കളെ ഞാൻ ബഹുമാനിച്ചു. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, മാനവരാശിയെ, മനുഷ്യ സമൂഹത്തെ ഞാൻ ബഹുമാനിച്ചു. വിശുദ്ധ ഖുർആൻ പറയുകയാണ്. കാരണം എന്താ? ആ മനുഷ്യന് വേണ്ടിയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. മനുഷ്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദു. ആ മനുഷ്യൻ നന്നായാൽ ഈ പ്രപഞ്ചം നന്നാവുകയാണ്. അല്ലാഹു ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം ഏൽപ്പിച്ചിരിക്കുന്നത് മനുഷ്യന്റെ കയ്യിലാണ്. ഈ പ്രപഞ്ചത്തിന്റെ കടിഞ്ഞാൺ അത് മനുഷ്യന്റെ കയ്യിലാണ് അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവൻ സന്മാർഗിയായി മാറുമ്പോ, അവൻ നന്നാകുമ്പോൾ ഈ പ്രപഞ്ചം നന്നാവുകയാണ്. അതേസമയം അവൻ ദുഷിച്ചാലോ, അതേസമയം അവൻ ചീത്തയായാലോ, അവന് നാശം സംഭവിച്ചാലോ, അത് ഈ പ്രപഞ്ചത്തിന്റെ നാശമാണ് പ്രിയപ്പെട്ടവരെ. അത് ഈ പ്രപഞ്ചത്തിന്റെ നാശമായിരിക്കും. മനുഷ്യൻ നന്നാവണം എങ്കിലേ പ്രപഞ്ചം നന്നാവും. നമുക്കറിയാമല്ലോ പ്രപഞ്ചത്തിന്റെ അവസ്ഥ എന്താ? പ്രപഞ്ചം ഇന്ന് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് മാനവരാശിയോട്. ആകാശത്ത് നിന്നും കരുണയുടെ കാരുണ്യത്തിന്റെ മഴ ഭൂമിയിലേക്ക് വധിക്കുന്നില്ല. കുടിവെള്ളത്തിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റഹ്മത്താണ് പ്രിയപ്പെട്ടവരെ ജലമെന്ന് പറയുന്നത്. ആ കുടിജലം കിട്ടാതെ കിണറുകൾ വറ്റി വരളുകയാണ്. മനുഷ്യൻ ചൂടിൽ നെട്ടോട്ടമോടുകയാണ്. ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുന്ന ഈ ദുരവസ്ഥയിലേക്ക് ഈ പ്രപഞ്ചം എത്തിപ്പെട്ടുവെങ്കിൽ അതിന്റെ കാരണം പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാ, ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. ഭൂമി ലോകത്തും കരയിലും കടലിലും കുഴപ്പങ്ങളുണ്ടായത്, കരയിലും കടലിലും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യന്റെ ചെയ്തികൾ നിമിത്തമാണ്. മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമാണ്. ഇന്ന് കരയിലതാ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുന്നത്, ഭൂമികുലുക്കങ്ങൾ വർദ്ധിക്കുന്നത്, കരയിൽ അല്ലാഹുവിന്റെ മഴ വർഷിക്കാത്തത് അത് മനുഷ്യന്റെ പ്രവർത്തനം നിമിത്തമാണ്. കടലിലോ സുനാമി തിരകൾ ആഞ്ഞടിക്കുന്നത് മനുഷ്യന്റെ പ്രവർത്തനം നിമിത്തമാണ്. അല്ലാഹു പ്രപഞ്ചത്തിന്റെ കൺട്രോള്, പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം അത് മനുഷ്യന്റെ പ്രവർത്തനവുമായിട്ട് അല്ലാഹു ബന്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ
പ്രപഞ്ചം നന്നായോ? പ്രപഞ്ചം നന്നാവണമോ മനുഷ്യൻ നന്നാവണം? അതിനൊരു ഉദാഹരണം പറയാം. ഒരു അധ്യാപകനായ ഒരു അച്ഛൻ ആ അച്ഛൻ ഒരു വൈകുന്നേര സമയത്ത് വളരെ തിരക്കിട്ട ജോലികളിൽ ഇങ്ങനെ വ്യാപൃതനായിരിക്കുക. തിരക്കിട്ട ജോലികൾ ഇങ്ങനെ വ്യാപൃതനായിട്ടിരിക്കുമ്പോഴത് അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ വന്നിട്ട് അച്ഛനോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അച്ഛാ, ഈ മഴ എന്താ ആകാശത്ത് നിന്ന് താഴേക്ക് പെയ്യുന്നത്? എന്തേ മുകളിലേക്ക് പോകുന്നില്ല? എന്തേ ഈ പുഴ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്? എന്തേ അത് കിഴക്കോട്ട് ഒഴുകുന്നില്ല? എന്തുകൊണ്ടാണ് സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നത്? എന്തേ അതിന്റെ വിരുദ്ധമായിട്ട് എന്തേ സംഭവിക്കുന്നില്ല? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ, കുറെ സംശയങ്ങൾ ഈ കുഞ്ഞ് ചോദിച്ചപ്പോ അച്ഛൻ എന്ത് ചെയ്തു? ഈ കുഞ്ഞിന്റെ ശല്യം, തന്റെ ജോലിക്കതൊരു തടസ്സമാണല്ലോ, അപ്പൊ ഈ ശല്യം ഒന്ന് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്തു? തന്റെ മേശപ്പുറത്തിരുന്ന ഒരു ഭൂപടം, ആ ഭൂപടം എടുത്തിട്ട് കീറി കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊന്ന് ശരിയാക്കി കൊണ്ടുവരാൻ. ആ ഭൂപടം എടുത്തത് കീറിയിട്ട് കുഞ്ഞിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊന്ന് ലെവലാക്കി കൊണ്ടുപോവുക, ശരിയാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. ഈ കുഞ്ഞ് അച്ഛൻ വിചാരിച്ചിട്ട് കുറെ കഷ്ടപ്പെട്ട് കുറെ സമയമൊക്കെ എടുത്തിട്ടാണ് ഈ കുഞ്ഞ് തിരിച്ചു വരുള്ളൂ എന്നുള്ള ധാരണയിലാണ് അങ്ങനെ കൊടുത്തേൽപ്പിച്ചത്. പക്ഷേ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് ആ ഭൂപടം വളരെ കൃത്യമായി ശരിയാക്കിക്കൊണ്ട് അച്ഛന്റെ കയ്യിൽ കൊണ്ടുവന്നു കൊടുത്തു. അച്ഛൻ നോക്കിയപ്പോൾ ഒന്നുപോലും തെറ്റിയിട്ടില്ല, എല്ലാം വളരെ കറക്റ്റാണ്. അച്ഛൻ ഈ കുഞ്ഞിനോട് ചോദിച്ചു, അല്ല നിനക്ക് എങ്ങനെ സാധിച്ചു ഇത്ര നിമിഷം കൊണ്ട് തന്നെ ഇതിങ്ങനെ ഇത്ര സുന്ദരമാക്കി ഒന്നും തെറ്റിപ്പോവാതെ ഈ രീതിയിലേക്ക് എത്തിക്കാൻ നിനക്ക് എങ്ങനെ സാധിച്ചു? ആ കുഞ്ഞു പറഞ്ഞു, ഞാൻ ഭൂപടം ശരിയാക്കിയിട്ടില്ല, ഞാൻ ഭൂപടമല്ല ശരിയാക്കിയത്. ആ ഭൂപടത്തിന്റെ മറുപുറത്തൊരു മനുഷ്യന്റെ രൂപമുണ്ടായിരുന്നു. ഒരു മനുഷ്യന്റെ രൂപം, ആ ഭൂപടത്തിന്റെ മറുവശത്ത് ഒരു മനുഷ്യന്റെ പടമുണ്ടായിരുന്നു. ഞാൻ ആ പടം നോക്കി അതിന്റെ ഓരോ അവയവങ്ങൾ കൃത്യമായി ഞാൻ അത് ഘടിപ്പിച്ചപ്പോ ഭൂപടം അതിന്റെ കൂടെ അങ്ങ് ശരിയായി പോയതാണ് എന്ന് ഈ കുഞ്ഞച്ചനോട് പറയുകയുണ്ടായി. വലിയൊരു പാഠമാണ്, വലിയൊരു ഗുണപാഠം ഇതിലുണ്ട് പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ നന്നായാൽ ഭൂഗോളം നന്നായി, മനുഷ്യൻ ചൊവ്വായാൽ ഭൂഗോളം ചൊവ്വായി എന്ന വളരെ ഉദാത്തമായൊരു ഗുണപാഠമാണ് ഇതിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ആ മനുഷ്യൻ നശിച്ചാലോ അത് ഭൂമിലോകത്തിന്റെ നാശമാണ് പ്രിയപ്പെട്ടവരെ. പ്രപഞ്ചത്തിന്റെ നാശം അതിലൂടെയാണ് സംഭവിക്കുക. ഇന്ന് ലോകത്ത് നമുക്ക് മനുഷ്യരെ കാണാൻ കഴിയുമോ? ഇന്ന് ഈ ഭൂമി ലോകത്ത് നമുക്ക് മനുഷ്യരെ കാണാൻ സാധിക്കുമോ? അതാ പാരീസിന്റെ തെരുവോരങ്ങളിൽ ഒരു നട്ടുച്ച സമയത്ത് ശരറാന്തൽ വിളക്കുമായിട്ടൊരു മനുഷ്യൻ നടക്കുകയാണ്. ഡയോജനീസ്, തത്വചിന്തകനായ ഡയോജനീസ്, പാരീസിന്റെ തെരുവോരങ്ങളിൽ സൂര്യൻ കത്തിജ്വലിക്കുന്ന നട്ടുച്ച സമയത്ത് കയ്യിലൊരു ശരവാന്തൽ വിളക്കുമായി ഡയോജനീസ് നഷ്ടപ്പെട്ടു പോയ എന്തോ ഒന്ന് തേടിക്കൊണ്ടിങ്ങനെ നടന്നു പോവുകയാണ്. ധാരാളം ആളുകൾ ഡയോജനീസിന്റെ എതിരിലൂടെ നടന്നു വരുന്നുണ്ട്. അവരിലേക്കൊന്നും ഡയോജനീസിന്റെ ശ്രദ്ധ പോകുന്നില്ല. എന്തോ നഷ്ടപ്പെട്ടു പോയ ഒന്ന് അതിങ്ങനെ തേടിക്കൊണ്ട് പോകുന്നത് പോലെ പട്ടാപ്പകൽ ശരവാന്തൽ വിളക്കുമായി ഡയോജനീസ് നടന്നു പോകും. എതിരെ വരുന്ന പല ആളുകളും ഡയോജനീസിനെ പരിഹസിച്ചു, പല ആളുകളും ഡയോജനീസിനെ കളിയാക്കി, പല ആളുകളും ഡയോജനീസിനെ ഭ്രാന്തനെന്ന് വിളിച്ചു. പലരും പല രീതിയിൽ കളിയാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഡയോജനീസ് അതിനൊന്നും ചെവി കൊടുക്കുന്നില്ല. വീണ്ടും അതാ ശരവാന്തൽ വിളക്കുമായി തന്റെ നടത്തം തുടരുമ്പോ അതാ ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് ചോദിക്കുന്നുവല്ല, എന്താണ് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയത്? എന്താണ് നിങ്ങൾ ഈ തിരയുന്നതെന്ന് ചോദിച്ചപ്പോ ഡയോജനീസ് പറയുകയാണ്, ഞാൻ തിരയുന്നത് ഒരു മനുഷ്യനെ തിരയുകയാണ്, ഞാനൊരു മനുഷ്യനെ തിരയുകയാണെന്ന് പറഞ്ഞപ്പോ അവര് ചോദിക്കുകയാണ്, എന്താ ഞങ്ങളൊന്നും മനുഷ്യരല്ലേ? ഈ റോട്ടിലൂടെ എത്രയോ മനുഷ്യരാണ് കടന്നു പോകുന്നത്, ഇതിനെയൊന്നും നിന്റെ കണ്ണിൽപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ഡയോജനീസ് പറഞ്ഞ മറുപടി എന്താ? ഞാൻ തേടുന്ന മനുഷ്യൻ ഈ മനുഷ്യരൂപങ്ങളല്ല, ഞാൻ അന്വേഷിക്കുന്നത് ഈ മനുഷ്യരൂപങ്ങളെയല്ല, മറിച്ച് ഞാൻ അന്വേഷിക്കുന്നത് മനുഷ്യത്വം ഉൾക്കൊള്ളുന്ന മാനവിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ മനുഷ്യനെയാണ് ഞാൻ തേടുന്നത്. യഥാർത്ഥമായ മാനവികമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന യഥാർത്ഥമായ ഒരു മനുഷ്യനെയാണ് എനിക്ക് ആവശ്യമല്ലാതെ മനുഷ്യരൂപങ്ങളെയല്ല. എന്നുള്ളത് മനുഷ്യരൂപങ്ങളാണ്. ഈ മനുഷ്യരൂപങ്ങളെയല്ല ഞാൻ തേടുന്നത്. എനിക്ക് വേണ്ടത് മാനവിക മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന സദാചാര ബോധമുള്ള ഒരു മനുഷ്യനെയാണ് ഞാൻ അന്വേഷിക്കുന്നത്.
ഡയോജനീസ് എന്ന പാരീസിന്റെ തെരുവോരങ്ങളിലൂടെ മനുഷ്യനെ തേടിക്കൊണ്ടടഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും ഇന്നൊരു മനുഷ്യനെ കാണണമെങ്കിൽ പട്ടാപ്പകലിൽ കൊടുംചൂടിലും പട്ടാപ്പകലതാ ചൂട്ട് കത്തിച്ചുകൊണ്ട് നാം മനുഷ്യനെ തേടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന കാലഘട്ടത്തിൽ ഭൂമി ലോകത്ത് വരുന്നൊരു ജനതയെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, സയജീഉ ഫീ ആഖിരിസ് സമാൻ, അവസാന കാലഘട്ടത്തിൽ ശേഷമതാ അഖ്വാമുൽ ജനത വരാനുണ്ട്. അവസാന കാലഘട്ടം എടുക്കുമ്പോൾ ഒരു ജനത ഇവിടെ വരാനുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? അവരുടെ മുഖങ്ങൾ മനുഷ്യരൂപങ്ങളാണ്. അവരുടെ മുഖങ്ങൾ മനുഷ്യരുടെ മുഖങ്ങൾ തന്നെയാണ്. അവരുടെ രൂപങ്ങൾ മനുഷ്യരുടേത് തന്നെയാണ്. അവയവങ്ങളൊക്കെ മനുഷ്യരുടേത് തന്നെയാണ്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, വഖുലൂബുഹും ഖുലൂബശ്ശയാത്തീൻ, രൂപങ്ങളൊക്കെ മനുഷ്യന്റേതാണ്, മുഖമൊക്കെ മനുഷ്യന്റേതാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, അവരുടെ ഹൃദയങ്ങൾ പിശാചിന്റെ ഹൃദയങ്ങളാ. അവരുടെ ഹൃദയങ്ങൾ പിശാചിന്റെ ശപിക്കപ്പെട്ട പിശാചിന്റെ ഹൃദയങ്ങളാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെയാണ് അവര്. കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെയാണ് അവരുടെ സ്വഭാവം. ലൈസ ഫീ ഖുലൂബിഹിം ശൈഉം മിനർ റഹ്മാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാനമായി പറഞ്ഞു വെക്കുന്നു, അവരുടെ മനസ്സിൽ കാരുണ്യത്തിന്റെ ഒരു കണിക പോലും അവശേഷിക്കുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ ഹൃദയമുള്ള മനുഷ്യർ, അവരെ കീഴടക്കിയിരിക്കുന്നത് പിശാചാണ്, അവരെ നിയന്ത്രിക്കുന്നത് പിശാചാണ്. അങ്ങനെ വരുമ്പോഴോ മനുഷ്യത്വം മരിക്കുകയാണ്, മാനവീയ മൂല്യങ്ങൾ തകർന്നടിയുകയാണ്. എപ്പോഴാ ഒരു യഥാർത്ഥ മനുഷ്യന് വേണ്ട ഒരു ഗുണമെന്താണ്? ഒരു യഥാർത്ഥ മനുഷ്യൻ ഒരാളെ മനുഷ്യനാക്കി തീർക്കുന്ന സവിശേഷമായ ഒരു ഗുണമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, റഹ്മത്ത്, കാരുണ്യം. പരസ്പരം കാരുണ്യം, മറ്റുള്ളവരോട് കാരുണ്യത്തോടെ പെരുമാറുമ്പോഴാ ഒരു മനുഷ്യൻ യഥാർത്ഥമായ മനുഷ്യനായി മാറുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സമൂഹം മനസ്സിലാക്കുക. നമ്മൾ തന്നെ പല സമയത്തും ചോദിക്കാറുണ്ടല്ലോ ചില ആളുകളോട്, നീയൊക്കെ ഒരു മനുഷ്യനാണോ? നമ്മളൊക്കെ ചോദിക്കാറുണ്ടല്ലോ. ഭാര്യമാര് ചിലപ്പോ ഭർത്താക്കന്മാരോട് ചോദിക്കും, നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? അതുപോലെ തന്നെ നമ്മൾ പലരോടും ചോദിക്കുന്നുണ്ട്, അവരൊക്കെ ഒരു മനുഷ്യനാണോ? എത്രയോ ക്രൂരമായ വാർത്തകൾ കേൾക്കുമ്പോ നമ്മളൊക്കെ ചോദിച്ചു പോകുന്നില്ലേ? ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ എടുത്ത് വായിക്കുമ്പോ അറിയാതെയാണെങ്കിലും നമ്മുടെ നാവിലൂടെ നമ്മൾ പറയുന്നില്ലേ, ഇവരൊക്കെ ഒരു മനുഷ്യനാണോ? സ്വന്തം മകളെ കാമപൂർത്തീകരണത്തിന് വേണ്ടി വിധേയനാക്കുന്ന ഉപ്പയുടെ ചിത്രം പത്രത്തിൽ വരുമ്പോ അറിയാതെ നമ്മുടെ മനസ്സിൽ നിന്നുയരുന്ന രോദനമതല്ലേ, ഇവനൊക്കെ ഒരു ഉപ്പയാണോ? ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? സ്വന്തം കുഞ്ഞിന്റെ ദേഹത്ത് ലൈംഗിക ദാഹം തീർക്കുന്ന ഇവനൊക്കെ മനുഷ്യനാണോ? നമ്മൾ ചോദിക്കാറില്ലേ? അല്ലേ? നമ്മളൊക്കെ ചോദിക്കുന്നുണ്ട്, ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? എന്താ അതിന്റെ അർത്ഥം? മനുഷ്യന്റെ രൂപമുണ്ട്, മനുഷ്യന്റെ രൂപമുണ്ട്, പക്ഷേ മനുഷ്യത്വം ഉൾക്കൊണ്ടിട്ടില്ല അവൻ. ബസ്സിൽ യാത്ര ചെയ്യുമ്പോ തിരക്കേറിയ ബസ്സിലേക്ക് പടുവൃദ്ധനായ ഒരു മനുഷ്യൻ വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് കയറി വരികയാണ്. ആ മനുഷ്യന് നേരെ നിൽക്കാനുള്ള ആരോഗ്യം പോലുമില്ല. അങ്ങനെ ഒരു വൃദ്ധൻ കടന്നു വരുമ്പോ ചെറുപ്പക്കാരനായ ചുറുചുറുക്കുള്ള ഒരു യുവാവ് ആ വൃദ്ധന് വേണ്ടി തന്നെ ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കാതെ അവിടെ ബസ്സിൽ പിടിച്ചിരിക്കുമ്പോ നമ്മൾ ചോദിച്ചു പോകും, ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? ഒരു പാവപ്പെട്ട വൃദ്ധം വന്നിട്ട് അയാൾക്ക് ഇരിക്കാൻ ഒരു സീറ്റ് കൊടുക്കാത്തവനൊരു മനുഷ്യനാണോ? അല്ലേ? സഹോദരിമാരെ, യാത്ര ചെയ്യുകയാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോ നിറവയറുമായി പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് കയറി വരികയാ ബസ്സിലേക്ക്. അതല്ലെങ്കിൽ പിഞ്ചു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഒരു പെണ്ണ് കയറി വരികയാണ്. ബസ്സിലേക്ക് കയറി വരുമ്പോ അവളെ കണ്ട പാപം പോലും നടിക്കാതെ, താനിരിക്കുന്ന സീറ്റിൽ നിന്ന് അവർക്ക് വേണ്ടി ഒരു ആനുകൂല്യം പോലും കൊടുക്കാതെ, ഒന്ന് എഴുന്നേറ്റ് പോലും കൊടുക്കാതെ സീറ്റിൽ വച്ചിരിക്കുമ്പോ ചോദിച്ചു പോകൂലേ, അവൾക്കൊരു മനുഷ്യത്തിയാണോ?
ഇങ്ങനെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ ആക്സിഡന്റ് പറ്റി റോട്ടിൽ പിടഞ്ഞു വീണ് രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യന്റെ. ആ മനുഷ്യനൊരു കാരുണ്യത്തിന്റെ കൈത്താങ്ങ് കൊടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ എന്റെ പ്രിയപ്പെട്ടവരെ, സാംസ്കാരിക ബോധം നഷ്ടപ്പെട്ടു പോയ വർത്തമാന കാലഘട്ടത്തിൽ ഒരു മനുഷ്യനിന്ന് റോട്ടിൽ അപകടത്തിൽപ്പെട്ട് പിടഞ്ഞു വീണാൽ ആ മനുഷ്യനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള മനസ്സ് പോലും ഇന്ന് നഷ്ടപ്പെട്ടു പോയില്ലേ? അതേസമയം അവൻ പിടയുന്ന കാഴ്ച കാണാൻ അവന്റെ തലയിൽ നിന്ന് ശരീരത്തിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന രക്തം സ്വന്തം മൊബൈലിൽ പകർത്താൻ വേണ്ടി തിരക്ക് കൂട്ടുന്ന ക്രൂരമായൊരു സംസ്കാരം നമുക്ക് കാണാൻ കഴിയില്ലേ? അല്ലേ? ഇത് എവിടെ അപകടം നടന്നാലും കുറെ ചെറുപ്പക്കാർ, കുറെ ആളുകൾ ഓടിയെത്തും. എന്തിനു വേണ്ടി? രക്തത്തിൽ കിടന്ന് പിടയുന്ന സഹോദരന്റെ ആ രൂപമെന്ന് മൊബൈലിൽ പകർത്താൻ. ഒരു എവിടെയാണ് മനുഷ്യത്വമുള്ളത് പ്രിയപ്പെട്ടവരെ? പിടഞ്ഞു പോകുന്ന ഒരു ജീവന് പോലും കൈത്താങ്ങ് കൊടുക്കാൻ ഇന്ന് കഴിയുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ചയിൽ പത്രത്തിൽ വന്നൊരു വാർത്ത ഞാൻ ഓർത്തു പോവുകയാണ്. അന്ന് ജയ്പൂരിൽ നടന്നൊരു ആക്സിഡന്റ്, ഒരു തുരങ്കത്തിന്റെ ഉള്ളിൽ വെച്ച് ഉണ്ടായൊരു ആക്സിഡന്റ്. ഭാര്യയും ഭർത്താവും 2 മക്കളുമായി കൊണ്ട് ബൈക്കിൽ പോവുകയാണ്. പിറകിൽ നിന്ന് വന്നൊരു ട്രെയിലർ ബൈക്ക് ഇടിച്ചിട്ടു. ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ പിറകിലിരുന്ന കുഞ്ഞും ഞാൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഫ്രണ്ടിലിരുന്ന ആൺകുഞ്ഞ് പിഞ്ചോമന മകൻ, ആ മകനതാ ഗുരുതരമായി പരിക്കേറ്റുകൊണ്ട് തലയിൽ നിന്ന് രക്തമൊഴുകുകയാണ്. ആ കുഞ്ഞിനെയും മാറത്തോടടുക്കി പിടിച്ചുകൊണ്ട് ആ പിതാവ് 40 മിനിറ്റോളം അതിലൂടെ പോകുന്ന ഓരോ വണ്ടിക്ക് മുന്നിലും കൈകാട്ടുകയാ. എന്റെ പൊന്നുമോനെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണേ, എന്റെ പൊന്നുമോന്റെ ജീവനൊന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പിഞ്ചുമകനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് 40 മിനിറ്റോളം അതിലൂടെ പോയ വാഹനങ്ങളുടെ മുന്നിൽ കൈനീട്ടിയിട്ട് ഒരൊറ്റ വാഹനം പോലും നിർത്താതെ കടന്നുപോയി എങ്കിൽ സ്വന്തം പിതാവിന്റെ കയ്യിൽ കിടന്നുകൊണ്ട് ആ പിഞ്ചോമന മകൻ മരണപ്പെട്ടുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ലോകം പുരോഗമിച്ചിട്ട് കാര്യമില്ല, ശാസ്ത്രം വികസിച്ചിട്ട് കാര്യമില്ല, ശാസ്ത്രം വികാസത്തിന്റെ കൊടുമുടികൾ താണ്ടിയിട്ട് കാര്യമില്ല. മനുഷ്യരിൽ നിന്ന് മനുഷ്യന് വേണ്ടത് മനുഷ്യത്വമാണ്, കരുണ പറ്റാത്തൊരു ഹൃദയമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. മനുഷ്യനെ അംഗീകരിക്കുന്ന, മനുഷ്യന്റെ വില മനസ്സിലാക്കുന്നവരാകണം. കരുണയുള്ളൊരു ഹൃദയമാണ് നമുക്കുണ്ടാകേണ്ടത്. 40 മിനിറ്റ് സ്വന്തം മകന്റെ ജീവിതം, സ്വന്തം മകന്റെ പിടയുകയാണ്, കയ്യിൽ കിടന്ന് പിടയുന്ന കുഞ്ഞു മകന്റെ ജീവനൊന്ന് രക്ഷിക്കണേ, ഒന്ന് വണ്ടി നിർത്തണേ, ഒന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണേ. പ്രിയപ്പെട്ട പിതാവിന്റെ ധീരരോചനം ഒരാളുടെയും മനസ്സറിയിപ്പിച്ചില്ല. പ്രിയപ്പെട്ട പിതാവിന്റെ കരച്ചിൽ ഒരു മനസ്സിന്റെ ഉള്ളറകളിലും യാതൊരു കോട്ടവും ഉണ്ടാക്കിയില്ല. കാരണം എന്താ? ഖുലൂബു ശയാത്തീൻ, അവിടെ പിശാചാണ് കുടിയിരിക്കുന്നത് എന്ന് ലോകത്തിന്റെ നായകനാ പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെന്നായ്ക്കളാണ് ഈ ലോകത്തുള്ളത്, ചെന്നായ്ക്കളാണ്. ഒരു കുരുന്ന് ജീവനോട് പോലും യാതൊരു കരുണയും കാണിക്കാത്തവർ. ഇങ്ങനെ എത്രയെത്രയോ സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. നമ്മളെല്ലാം യാത്ര ചെയ്യുന്നവരാണല്ലോ. ഓരോ ആക്സിഡന്റ് കാണുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ അതിനെ ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ? എല്ലാവരും വട്ടം കൂടി നിന്നിട്ട് മൊബൈലിൽ പകർത്തും. അല്ലേ? ഒരു ബസ് മറിഞ്ഞാൽ ഓടുകയാണ് കുറെ ചെറുപ്പക്കാരങ്ങോട്ട്. നമ്മൾ ഓർക്കും രക്ഷപ്പെടുത്താൻ പോണതാന്ന. അല്ല, അവിടെ ചെന്നിട്ട് മൊബൈലിൽ ഓരോരോ പോസുകൾ നോക്കിയിട്ട് മൊബൈലിൽ അത് പിടിക്കുകയാണ് അവരുടെ ലക്ഷ്യം. നഷ്ടപ്പെട്ടു പോയില്ലേ മാനവികത? മനുഷ്യത്വം മരിച്ചു വീഴുകയല്ലേ? പിന്നെ എങ്ങനെയാണ് പ്രപഞ്ചം നന്നാവുന്നത്? പിന്നെ എങ്ങനെയാണ് ജാഹിലിയത്ത് തിരിച്ചു വരാതിരിക്കുന്നത്? ജാഹിലിയത്ത് തിരിച്ചു വരുന്നതിന്റെ അടിസ്ഥാന കാരണം മനുഷ്യത്വമില്ല, മനുഷ്യത്വം മരിച്ചു എന്നത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗം തന്നെ മനുഷ്യാവകാശത്തെ കുറിച്ചുള്ളതായിരുന്നു. മനുഷ്യന്റെ ജീവിതം, അതിന്റെ പ്രാമുഖ്യത്തെ കുറിച്ചുള്ളതായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനതാ അറഫാ മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് തന്റെ അനുജായി വൃന്ദത്തെ മുഴുവൻ വിളിച്ചു. ഹജ്ജിന് വേണ്ടി വന്നവരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവരോട് ചോദിക്കുകയാ, അല്ലയോ ജനങ്ങളെ, ഇതേത് മാസമാണ്, ഇതേത് ദിവസമാണ്, ഇതേത് നാടാണ് എന്ന് ചോദിച്ചപ്പോ അനുയായി വൃന്ദം പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇത് പരിശുദ്ധമായ ദുൽഹജ്ജ് മാസമാണ്,
ഇത് പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ മാസമാണ് നബിയേ. ഇത് യൗമുൽ അറഫയാണ്. ദുൽഹജ്ജ് 9 അറഫയുടെ ദിനമാണ് നബിയേ. നബിയേ, ഇത് മക്ക എന്ന പുണ്യനാടാണ് നബിയേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുന്നിൽ ലോകത്തെ ഞെട്ടിച്ച, ലോകത്തെ വിസ്മയിപ്പിച്ച, ലോകത്തെ അത്ഭുതപ്പെടുത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, فإن أموالكم وأعراضكم عليكم فإن دماءكم وأموالكم وأعراضكم عليكم حرام كحرمة يوم هذا في شهر هذا وفي بلد هذا. അല്ലാഹുവിന്റെ പ്രവാചകൻ അവർക്ക് മുന്നിൽ പറയുകയാണ്, സഹാബ, അല്ലയോ ജനസമൂഹമേ, ഈ ദിവസം ഏതാണെന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞല്ലോ, മാസം ഏതാണെന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞല്ലോ, ഈ നാട് ഏതാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മറുപടി പറഞ്ഞു. ഞാനിതാ നിങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിക്കുകയാണ്, നിശ്ചയമായും നിങ്ങളുടെ രക്തം, അതുപോലെ തന്നെ നിങ്ങളുടെ ധനം, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിമാനം, ഇത് മൂന്നും പവിത്രമായതാണ്. ഏതുപോലെ? ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഈ നാടിന്റെ പവിത്രത പോലെ. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ ജീവൻ അത് വിലപ്പെട്ടതാണ്. അത് അന്യായമായി കവർന്നെടുക്കാനുള്ളതല്ല, അത് അന്യായമായി നശിപ്പിച്ചു കളയാനുള്ളതല്ല. ഏതുപോലെ ഫീ യൗമിക്കും ഹാദാ, ഈ അറഫാ ദിനം പോലെ എത്രയോ പവിത്രമാണ് അറഫാ ദിനം, എത്രയോ പവിത്രമാണ് പ്രിയപ്പെട്ടവരെ അറഫാ ദിനം. ലക്ഷോപലക്ഷം വരുന്ന ഹജ്ജാജിമാർ തൂവെള്ള വസ്ത്രധാരികളായിക്കൊണ്ട് അറഫാ മലയെ പാൽക്കടലാക്കുമ്പോ എല്ലാവരുടെയും ഖണ്ഡങ്ങളിൽ നിന്ന് ഉയരുന്നത് ലബ്ബൈക്കയുടെ മന്ത്രധ്വനികളല്ലേ. സർവാധിപതിയായ അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ അടിമകളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അറഫാ മലയുടെ താഴ്വരയിൽ അതാ ചെയ്തുപോയ അപരാധങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് പൊട്ടിപ്പൊട്ടിക്കരഞ്ഞ് അറഫയുടെ താഴ്വരകൾ കണ്ണീർ കടലാകുന്ന സുന്ദരമായ സുദിനം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ അറഫാ ദിനത്തിന് എത്രമാത്രം പ്രാധാന്യതയുണ്ടോ, ഈ ദുൽഹജ്ജ് മാസത്തിന് എത്രമാത്രം പ്രാധാന്യതയുണ്ടോ, അതുപോലെ തന്നെ മക്ക എന്ന് പറയുന്ന ഈ നാടിന് എത്രമാത്രം പ്രാധാന്യതയുണ്ടോ, അതുപോലെ പവിത്രമാണ് മനുഷ്യന്റെ ജീവൻ, അതുപോലെ പവിത്രമാണ് മനുഷ്യന്റെ രക്തം, അതുപോലെ പവിത്രമാണ് മനുഷ്യന്റെ ധനം, അതുപോലെ പവിത്രമാണ് മനുഷ്യന്റെ അഭിമാനമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ നടത്ത മനുഷ്യാവകാശ പ്രഖ്യാപനം ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ച പ്രഖ്യാപനമാണ്. ഇതേ പ്രഖ്യാപനം സർ സഫറുല്ലാ ഖാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ UN ഐക്യരാഷ്ട്രസഭയുടെ പ്രഥമ യോഗത്തിൽ ഈ പ്രബന്ധം അവതരിപ്പിക്കുകയുണ്ടായി. ഒരു ഡിസംബർ 10 സ്വിറ്റ്സർലൻഡിൽ ഐക്യരാഷ്ട്രസഭ ഒരു യോഗം ചേർന്നു. എന്തായിരുന്നു പ്രമേയം? മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുക. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള നേതാക്കന്മാരൊക്കെ ഇങ്ങനെ അണിനിരന്നിട്ടുണ്ട്. ഓരോരുത്തരും അവരുടേതായ പ്രബന്ധങ്ങൾ, മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള പ്രബന്ധങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ചു. അങ്ങനെ സർ സഫറുല്ലാ ഖാന്റെ ഊഴം വന്നു. അദ്ദേഹം ആ ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ഈ പ്രബന്ധം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലോക രാഷ്ട്ര നായകന്മാരൊക്കെ അത്ഭുതത്തോടെ എഴുന്നേറ്റ് നിന്നുപോയി. വന്നിട്ട് ചോദിച്ചു, എവിടെ നിന്ന് കിട്ടിയത് നിങ്ങൾക്ക്? എത്ര ഉദാത്തമാണിത്, എത്ര സുന്ദരമാണിത്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോ സർ സഫറുല്ലാ ഖാൻ അവരുടെ മുന്നിൽ പറയുകയാണ്, ഇതെന്റെ നായകൻ എന്നെ പഠിപ്പിച്ചതാണ്. ലഅല്ലി അൽഖാകും ബഅദ ആമിൻ ഹാദാ, ഇതൊരിക്കലും ഒരു പക്ഷേ അടുത്ത വർഷം നിങ്ങളും ഞാനുമായി കണ്ടുമുട്ടാൻ സാധ്യതയില്ലായിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് ഇവിടെ സന്നിഹിതരായവർ, ഇവിടെ ഹാജരായവർ, ഇവിടെ ഹാജരാകാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ നായകൻ എനിക്ക് പഠിപ്പിച്ചു തന്ന, എന്റെ നായകൻ എനിക്ക് പകർന്നു തന്ന സുന്ദരമായ ആശയങ്ങളാണ് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനമെന്ന് സർ സഫറുല്ലാ ഖാൻ ഐക്യരാഷ്ട്രസഭയുടെ നേതാക്കന്മാരുടെ മുന്നിൽ പറഞ്ഞൊരു രംഗമോർത്തു പോവുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആ മനുഷ്യാവകാശ പ്രഖ്യാപനം, ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ പ്രഖ്യാപന പ്രസംഗം നടത്തുന്നതിന് എത്രയോ വർഷങ്ങൾക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ നടത്തിയത്. അപ്പൊ ചുരുക്കത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ,
മനുഷ്യന്റെ രക്തം പവിത്രമാണ്, അവന്റെ ജീവൻ വിലപ്പെട്ടതാണ്, അവന്റെ അഭിമാനവും വിലപ്പെട്ടതാണ്. അതൊരിക്കലും അന്യായമായി കവർന്നെടുക്കാൻ പാടുള്ളതല്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെയധികം ഗൗരവത്തോടെ കാണുന്ന ഒന്നാണ് മനുഷ്യന്റെ അഭിമാനം. അതൊരിക്കലും നിങ്ങൾ ഹനിക്കരുതേ, അതൊരിക്കലും നിങ്ങൾ കവർന്നെടുക്കരുതേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് പറഞ്ഞ ഈ മനുഷ്യാവകാശം, മനുഷ്യന്റെ അധർമ്മം മനുഷ്യന് ധർമ്മമുള്ളവരായി മാറണം, മനുഷ്യൻ സദാചാര ബോധമുള്ളവനായി മാറണം, അവൻ കാരുണ്യത്തിന്റെ ഹൃദയമുള്ളവനായി മാറുമ്പോൾ മാത്രമാണ് എന്റെ പ്രിയപ്പെട്ടവരെ മാനവികത നിലകൊള്ളുകയുള്ളൂ. അപ്പോഴാണ് മനുഷ്യത്വം തിരിച്ചു വരികയുള്ളൂ. അപ്പോഴാണ് ഭൂമിലോകം സമാധാനത്തിന്റെ കേന്ദ്രമായി മാറുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ്, ഖൈറുൽ സ്വഹാബി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമരായ അനുയായികൾ ആരാണെന്നറിയോ? ഖൈറുൽ അസ്ഹാബ്, സ്വഹാബികളിൽ നിന്ന് ഏറ്റവും ഉത്കൃഷ്ടരായവരാരാണ്? ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്കൃഷ്ടരായവർ. ഖൈറുഹും ലിസഹാബി, ഖൈറുഹും ലിസഹാബി, നിന്റെ അനുചരനോട്, അവരുടെ അനുചരന്മാരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവനാരാണോ അവനാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമനായവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, തീർന്നില്ല. വിശുദ്ധമായ ഖുർആനിലെ വളരെ ചെറിയൊരു അധ്യായമാണ് സൂറത്തുൽ മാഊൻ. അതിന്റെ പ്രധാന പ്രമേയം തന്നെ ദീനിനെ നിഷേധിച്ചവനാരാണ് എന്നതാണ്. ദീനിനെ നിഷേധിച്ചവനാരാണെന്നാണ് ചോദിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ആരാണ് ദീനിനെ നിഷേധിച്ചവരെന്ന് നിനക്കറിയുമോ? ആരാണ് ദീനിനെ കളവാക്കിയവരെന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചിട്ട് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അല്ലാഹുവിന്റെ ഹക്കിൽ വീഴ്ച വരുത്തിയവനെ കുറിച്ചല്ല, അല്ലാഹുവിന്റെ ഹക്കിൽ വീഴ്ച വരുത്തിയവനെ കുറിച്ചല്ല വിശുദ്ധ ഖുർആൻ ആദ്യമായി എടുത്തു പറഞ്ഞത്. പിന്നെ ആരെക്കുറിച്ചാ പറഞ്ഞത്? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം, അനാഥ മക്കളെ ആട്ടിയോടിച്ചവർ വിശന്നൊട്ടിയ വയറുമായി നിന്റെ മുൻവീട്ടിലേക്ക് കടന്നു വന്നപ്പോ അനാഥ മക്കളെ ആട്ടിയോടിച്ചവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുകയാ, അവർ ദീനിനെ നിഷേധിച്ചവരാണ്, അവർ മതത്തെ കളവാക്കിയവരാണ്. അനാഥ മക്കളെ ആട്ടിയോടിച്ചവർ. വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ, സമൂഹത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ പ്രേരിപ്പിക്കാത്തവൻ, അതിനുവേണ്ടി പ്രേരണ ചെലുത്താത്തവൻ, പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടി പരിശ്രമിക്കാത്തവൻ, ഒരു വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ സാമ്പത്തികം കൊണ്ടോ അതിനൊരു സഹായം പോലും നൽകാത്തവൻ മതത്തെ കളവാക്കിയവനെന്ന് വിശുദ്ധമായ ഖുർആൻ എന്റെ പ്രിയപ്പെട്ടവരെ ദൈവ നിഷേധിയെ പരിചയപ്പെടുത്തുകയാണ്. മതത്തെ നിഷേധിച്ചവൻ ഫലത്തിൽ ദൈവത്തെ നിഷേധിച്ചവനാണ്, അള്ളാഹുവിന്റെ കൽപ്പനകളെ നിഷേധിച്ചവനാണ്. നാം അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം നല്ലയാളായതുകൊണ്ട് കാര്യമായില്ല, അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം നല്ലയാളായതുകൊണ്ട് കാര്യമായില്ല. നോക്കിയാൽ എപ്പോഴും പള്ളിയിലുണ്ട്, 5 വഖത്തിനും കൃത്യമായി ജമാഅത്തിനും വന്ന് പങ്കെടുക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കാരമുണ്ട്, ദുഹാ നിസ്കാരമുണ്ട്, ഇസ്തിഖാറ നിസ്കാരമുണ്ട്, സലാത്തുൽ അവ്വാബിൻ എല്ലാം ഉണ്ട്. സുന്നത്ത് നോമ്പുകൾ, ഫർള് നോമ്പുകൾ എല്ലാം എടുക്കുന്നുണ്ട്, ഉംറകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്, ഹജ്ജുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്, അർഹമായ സക്കാത്ത് കൊടുത്തു വീട്ടുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും എന്റെ പ്രിയപ്പെട്ടവരെ അവൻ നല്ല ആളാകുന്നില്ല, അവൻ സമൂഹത്തിന്റെ മുന്നിൽ നല്ലവനാകുന്നില്ല. മറിച്ച് അവൻ സമൂഹത്തിന്റെ മുന്നിൽ നല്ലവനാകുന്നത് എപ്പോഴാ? അവൻ തന്റെ സഹജീവികളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് പരിഗണിച്ചുകൊണ്ടാണ്. തന്റെ സഹജീവികളോട് എങ്ങനെയാണ് അവന്റെ പെരുമാറ്റം, അതിലൂടെയാണ് അവൻ മാന്യനാകുന്നത്, അതിലൂടെയാണ് അവൻ മനുഷ്യത്വമുള്ളവനാകുന്നത്. സ്വന്തം കുടുംബത്തിൽ സ്വന്തം ഭാര്യയോട് അവനെങ്ങനെ പെരുമാറുന്നു? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ പഠിപ്പിക്കുകയാ, ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലി, ഖിയാറുക്കും നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്കൃഷ്ടനായവൻ, നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമനായവൻ, നിങ്ങളിൽ നിന്ന് ഏറ്റവും സൽഗുണ സമ്പന്നനായവൻ ആരാണ്? ഖിയാറുക്കും ലിഅഹ്ലിഹി, എന്റെ അവന്റെ ഭാര്യയോട് അവന്റെ കുടുംബത്തോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവനാരാണോ അവന്റെ കുടുംബത്തോട് ഏറ്റവും
മാന്യമായ സ്വഭാവത്തിൽ പെരുമാറുന്നവനാരാണോ അവനാണ് സമൂഹത്തിന്റെ മുന്നിൽ ഏറ്റവും നല്ലവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ഭാര്യയോടും മക്കളോടും ഏറ്റവും ഉത്കൃഷ്ടമായി പെരുമാറുന്നവൻ അവനാണ് സമൂഹത്തിന്റെ മുന്നിൽ ഏറ്റവും ഉത്തമൻ. അതല്ലാതെ സദാസമയം പള്ളിയിൽ പോയി എഴുത്തിക്കാവിരുന്നിട്ട് നിസ്കരിക്കുന്നവനെ കുറിച്ചല്ല അത് പറഞ്ഞത്. നിങ്ങൾ നോക്കുക, ദൈവ നിഷേധിയെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ആദ്യമായിട്ട് അവിടെ എടുത്തു പറഞ്ഞത് എന്താ? പാപപ്പെട്ടവനെ സഹായിക്കാൻ പ്രേരിപ്പിക്കാത്തവൻ. അവൻ മനുഷ്യത്വമില്ലാത്തവനാണ്. അവന്റെ മനുഷ്യത്വം മരവിച്ചിരിക്കുകയാണ്. പരിശുദ്ധമായ ദീനിനെ കളവാക്കിയവൻ, പരിശുദ്ധമായ ദീനിനെ കളവാക്കിയവൻ അവൻ മനുഷ്യത്വമില്ലാത്തവനാണ്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യത്വം ഉണ്ടാകണമെങ്കിൽ എന്തു വേണം? മനസ്സിൽ കാരുണ്യം വേണം, കരുണയുടെ ഹൃദയം വേണം. വർത്തമാന കാലഘട്ടത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ, നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങൾ എത്രമാത്രം. റോഡിൽ പിടഞ്ഞു വീഴുന്ന മനുഷ്യ ജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലല്ലോ. കരുണ പറ്റിപ്പോയി സമൂഹത്തിന്. മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ പഠിപ്പിക്കുകയാണ്, അവസാന കാലഘട്ടം വന്നാൽ 4 കാര്യങ്ങളെ അല്ലാഹു ഈ ഭൂമി ലോകത്ത് നിന്ന് ഉയർത്തിക്കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ്. 4 കാര്യങ്ങളെ ഈ ഭൂമി ലോകത്ത് നിന്ന് ഉയർത്തപ്പെടും. അതിലൊന്നാമത്തെ കാര്യം, മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് അല്ലാഹു ബറക്കത്തിനെ ഊരിക്കളയും. ഇന്ന് നമ്മൾ സർവ്വവ്യാപിയാണ് നമ്മുടെ സംസാരം അല്ലെ. എന്ത് ജോലി എടുത്തിട്ട് എന്ത് ചെയ്യാൻ ഒരു ബറക്കത്തില്ല, ജീവിതത്തിലൊരു ബറക്കത്തില്ല അല്ലെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജോലിയിലും നമ്മുടെ ജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലും ദാമ്പത്യ ജീവിതങ്ങളിലും അല്ലാഹു ബറക്കത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രണ്ടാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഹുക്കാമുകളിൽ നിന്ന്, നീതിമാന്മാരിൽ നിന്ന്, നീതിയുടെ കാവൽക്കാരിൽ നിന്ന് അല്ലാഹു നീതിയെ ഉയർത്തിക്കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാഹിലിയത്തിലേക്ക് തിരിച്ചു വരുന്നു ലോകം. ഇന്ന് നീതി എവിടെയാണ് പ്രിയപ്പെട്ടവരെ? ഇന്ന് അനീതിക്ക് വേണ്ടി ചൂട്ടുപിടിക്കുന്നവരല്ലേ നിയമപാലകർ പോലും അനീതിയുടെ വക്താക്കളായി മാറുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഇന്ന് നീതി കിട്ടേണ്ടവന് നീതി കിട്ടുന്നുണ്ടോ? പാവപ്പെട്ട എത്രയോ മുസ്ലിം ചെറുപ്പക്കാരാണ് പ്രിയപ്പെട്ടവരെ, താൻ ചെയ്ത തെറ്റെന്താണെന്ന് പോലും അറിയാതെ കാരാഗ്രഹത്തിനുള്ളിൽ അടക്കപ്പെട്ടുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന എത്രയോ നിരപരാധികളെ നമുക്കിന്ന് കാണാൻ കഴിയും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം ഉണ്ടല്ലോ, മുംബൈ സ്ഫോടന കേസിൽ കോടതി തടവ് ശിക്ഷ വിധിച്ചു. സിനിമാ താരം സഞ്ജയ് ദത്തിന് തടവ് ശിക്ഷ വിധിച്ചു. നമ്മളൊക്കെ പത്രം വായിച്ചവരാണ്. 3.5 വർഷം അല്ലെ? 3.5 വർഷം 5 വർഷം 3.5 വർഷമല്ലേ പത്രം വായിച്ചവരാണ്. വിധി പ്രഖ്യാപിച്ച് പിറ്റേ ദിവസം പത്രത്തിൽ മറ്റൊരു പ്രസ്താവന വരുന്നു. ആരുടേത്? സുപ്രീം കോടതിയിലെ നീതിന്യായ കസേരയിലിരുന്ന സുപ്രീം കോടതിയിലെ കഡ്ജു എന്ന് പറയുന്ന ഒരു ജഡ്ജി ഉണ്ടായിരുന്നു. ആ കഡ്ജിയുടെ ഒരു പ്രസ്താവന പത്രത്തിൽ വന്നു. എന്താണ്? സഞ്ജയ് ദത്തിന് മാപ്പ് കൊടുക്കണം. സ്വന്തം വീട്ടിൽ നിന്ന് ആയുധം പിടിച്ചെടുത്തതിന്റെ പേരിൽ സ്ഫോടന കേസിന്റെ പ്രതിയാക്കി ചേർത്ത സഞ്ജയ് ദത്തിന് മാപ്പ് കൊടുക്കണമെന്ന് വാദിച്ചതാരാ? സുപ്രീം കോടതിയിൽ നീതിയുടെ പക്ഷത്ത് കുറെ നാൾ നീതിയുടെ കസേരയിലിരുന്ന മാർക്കണ്ഡേയ കഡ്ജു എന്ന് പറയുന്ന ജഡ്ജി. അതിന് ചൂട്ടുപിടിക്കാൻ കുറെ ആളുകളും ഉണ്ടായിരുന്നു, സിനിമാ രംഗത്തുള്ളവർ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ പിറ്റേ ദിവസത്തെ പത്രത്തില്, അതുപോലെ തന്നെ അന്ന് വൈകുന്നേരത്തെ ടെലിവിഷനിലെ വാർത്തയില്, എന്റെ പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യദശയിലെത്തിയ സൈബുന്നിസ എന്ന് പേരുള്ള പാവപ്പെട്ട ഒരു മുസ്ലിം പെണ്ണിന്റെ കണ്ണുനീര് നമുക്ക് കാണാൻ കഴിയും. സൈബുന്നിസ എന്ന 75ഓളം വയസ്സുള്ള വാർദ്ധക്യത്തിലെത്തിയ ആ മുസ്ലിം സഹോദരി തന്റെ മകളുടെ കൈപിടിച്ചു വന്നുകൊണ്ട് പത്രക്കാരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, ഇവിടെ സഞ്ജയ് ദത്തിന് വേണ്ടി വാദിക്കാൻ ആളുണ്ട്, അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണമെന്ന് പറയാൻ ആളുണ്ട്. ഞാനിതാ വാർദ്ധക്യത്തിലെത്തി, കോടതിയിലേക്ക് പോലും സ്വന്തമായി നടന്നു പോകാനുള്ള ആരോഗ്യം എനിക്കില്ല. എനിക്ക് വേണ്ടി എന്നെയും അതിൽ നിന്നൊന്ന് മോചിതനാക്കണമെന്ന് പറയാൻ, എനിക്ക് വേണ്ടി നിലകൊള്ളാൻ ഇവിടെ ഒരു നീതിന്യായ സംവിധാനങ്ങളുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന സൈബുന്നിസ സഞ്ജയ് ദത്തിന് ടാഡ എന്ന് പറയുന്ന ആ ശിക്ഷ ഒഴിവാക്കി, ആ വകുപ്പ് ഒഴിവാക്കിയപ്പോ സൈബുന്നിസ എന്ന് പറയുന്ന 75 വയസ്സുള്ള പാവപ്പെട്ട മുസ്ലിം പെണ്ണിന് ഇപ്പോഴും ടാഡ എന്ന് മുദ്ര കുത്തിയിരിക്കുകയാണ്.
കടലിൽ പാവപ്പെട്ട മുക്കുവന്റെ നേരെ നിറയൊഴിച്ചുകൊണ്ട് 2 മുക്കുവന്മാരെ കൊന്നുകളഞ്ഞ ഇറ്റാലിയൻ നാവികർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ നാട്ടിൽ പോകാൻ 2 ആഴ്ച ലീവ് കൊടുത്തില്ലേ? ക്രിസ്മസ് ആഘോഷിക്കാൻ പോകാൻ വേണ്ടി ലീവ് കൊടുത്തില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ഡിതനായ അബ്ദുൽ നാസർ മഅ്ദനി അടക്കമുള്ള എത്രയോ പണ്ഡിതന്മാര്, എത്രയോ പാവപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാര് ഓരോ കാരാഗ്രഹത്തിനുള്ളിൽ എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്ന് പോലും അറിയാൻ കഴിയാതെ പീഡിപ്പിക്കപ്പെടുമ്പോ ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ, ഒരു റമദാനിൽ കുടുംബമൊത്തൊന്ന് നോമ്പ് തുറക്കാൻ, കുടുംബമൊത്തൊന്ന് അത്താഴം കഴിക്കാൻ, അവരോടൊപ്പം ഒന്ന് നോമ്പ് പിടിക്കാൻ, അവരോടൊപ്പം ഒന്ന് ഈദുൽ ഫിത്തറിന് സുഗന്ധം പൂശിക്കൊണ്ട് കുഞ്ഞുമക്കളുടെ കൈ പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകാൻ, ഈദുൽ അദ്ഹാക്ക് ബലിയെറുക്കുമ്പോ ആ മൃഗത്തിന്റെ അടുക്കൽ ചെന്ന് നിന്നുകൊണ്ട് ഒരു കൈത്താങ്ങ് കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ തക്ബീർ ഉയർത്താൻ എത്ര മുസ്ലിം ചെറുപ്പക്കാർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ നീതി സംവിധാനങ്ങളും മോചനം കൊടുത്തിട്ടുണ്ട്, ജാമ്യം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോ പറയുന്നവനെന്ന് വല്ലാത്തൊരു കണ്ണുകൊണ്ടാ ലോകം വീക്ഷിക്കുന്നത്. നീതി പോയി മറഞ്ഞില്ലേ? നീതിക്ക് വേണ്ടി നിലകൊള്ളേണ്ടവർ അനീതിക്ക് വേണ്ടി ചൂട്ടുപിടിക്കുകയല്ലേ? ജാഹിലിയ്യ കാലഘട്ടം തിരിച്ചു വന്നില്ലേ? പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം. ഇവിടെയാണ് ജാഹിലിയ്യ കാലഘട്ടത്തെക്കുറിച്ച് നാം ഓർക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അനീതിയെ തുടച്ചു നീക്കി. പക്ഷേ ഇന്നിതാ അനീതി പൂർവാധികം ശക്തിയായി തിരിച്ചു വരികയാണ് പ്രിയപ്പെട്ടവരെ. അത് കുറ്റവാളികളുടെ കാര്യം, അതവിടെ കിടക്കട്ടെ. മക്കൾ തമ്മിൽ പരസ്പരം അയൽവക്കത്തുള്ള കുട്ടിയുമായി നമ്മുടെ മക്കൾ തമ്മിൽ വഴക്കായി. അയൽവാസിയുടെ കുട്ടിയുടെ ഭാഗത്താണ് ന്യായമെങ്കിലും ഉപ്പ എന്താ ചെയ്യുന്നത്? സ്വന്തം മകനെ രക്ഷിക്കാൻ സ്വാർത്ഥനാകുന്നു. അല്ലേ? നീതിയുടെ ഭാഗത്ത് ഉപ്പ നിൽക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇനി ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ പ്രവാചകം പഠിപ്പിക്കുന്നു, അന്ത്യദിനം ആഗതമാകുമ്പോ നീതിയുടെ കാവൽക്കാരിൽ നിന്ന്, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ന്യായാധിപന്മാരിൽ നിന്ന് അല്ലാഹു നീതിബോധത്തെ ഉയർത്തിക്കളയും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് മുന്നാര നബി പറയുന്നു, അന്ത്യദിനം വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല യർഫഉല്ലാഹുൽ ഹയാഅ മിനൻ നിസാ, പെണ്ണുങ്ങളിൽ നിന്ന് ലജ്ജയെ അല്ലാഹു ഉയർത്തിക്കളയും. പെണ്ണുങ്ങളിൽ നിന്ന് ലജ്ജയെ അല്ലാഹു ഉയർത്തിക്കളയും. നേരത്തെ ഉദ്ഘാടക പ്രാസംഗികൻ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളുടെ അഴിഞ്ഞാട്ടമാണ് ഇന്ന് ലോകത്ത് കാണാൻ കഴിയുന്നത്. സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം. ലജ്ജ ഉയർത്തപ്പെട്ടു പോയില്ലേ? വസ്ത്രം ധരിക്കുന്നതിൽ അല്പമെങ്കിലും ലജ്ജയുണ്ടോ പ്രിയപ്പെട്ടവരെ? വസ്ത്രം ധരിക്കുന്നതിൽ അല്പമെങ്കിലും ലജ്ജ നമുക്കുണ്ടോ? ഔറത്ത് വെളിവാകുന്ന വസ്ത്രങ്ങളെന്നും നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ജാഹിലിയ്യ സംസ്കാരത്തിലെ ആ അഴിഞ്ഞാട്ടത്തിലേക്ക് മുസ്ലിം പെണ്ണും എത്തിപ്പെട്ടില്ലേ? ശരീരത്തിന്റെ അംഗലാവണ്യങ്ങൾ തുടിക്കുന്ന വസ്ത്രങ്ങൾ ഒരിക്കലും നിങ്ങൾ അണിയരുത്. അങ്ങനെ അണിഞ്ഞുകൊണ്ട് നടക്കുന്ന പെണ്ണ് ലാ യദ്ഖുലൂനൽ ജന്ന, ആ പെണ്ണ് സ്വർഗത്തിൽ കടക്കൂല. ആ പെണ്ണിന് സ്വർഗത്തിന്റെ സുഗന്ധം പോലും അടിക്കൂലാന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ? സ്വർഗത്തിന്റെ സുഗന്ധം പോലും ആ പെണ്ണ് മോക്ക് കിട്ടൂല എന്നല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞെങ്കിൽ എന്റെ മുസ്ലിം പെണ്ണ്, ജാഹിലിയ്യ കാലഘട്ടത്തിന്റെ സംസ്കാരത്തിലേക്കല്ലേ നിന്റെ പോക്ക്? അടിഞ്ഞാട്ടത്തിന്റെ പോക്കല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയുന്നു. അവസാന കാലഘട്ടത്തിലെ പെണ്ണിനെ കുറിച്ച് പറയുന്നത് എന്താ? നിസാഉൻ ഖാസിയാത്ത്, വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും ആരിയാത്ത്, അവർ നഗ്നരാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രയോഗം അതാണ്. ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ അവർ നഗ്നരാണ്. പേരിനൊരു തുണി ദേഹത്തുണ്ടെന്ന് മാത്രം, പക്ഷേ പൂർണ്ണ നഗ്നരാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ലജ്ജ സ്ത്രീകളിൽ നിന്ന് ഉയർത്തപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ വിശദീകരിക്കേണ്ടതാ. സമയം വളരെ പരിമിതമായതുകൊണ്ട് വിഷയം വേറെ കിടക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പിന്നെയോ അവസാനമായി അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ഖിയാമത്ത് നാൾ ആഗതമാകുമ്പോ ഈ ഭൂമി ലോകത്തു നിന്ന് അല്ലാഹു ഉയർത്തിക്കളയുന്നതെന്താ? യർഫഉല്ലാഹുർ റഹ്മാൻ, അല്ലാഹു അതാ ഭൂമി ലോകത്ത് നിന്നവന്റെ കാരുണ്യത്തെ ഉയർത്തിക്കളയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹു ഈ ഭൂമി ലോകത്ത് നിന്ന് കാരുണ്യത്തെ ഉയർത്തിക്കളയും. എന്റെ പ്രിയപ്പെട്ടവര് ചിന്തിക്കണം, ഇന്ന് കാരുണ്യമുള്ള മനസ്സെവിടെയാണുള്ളത്? കരുണയുടെ കൈത്താങ്ങുന്നവിടെയാണുള്ളത്? തന്റെ സഹജീവിക്ക് വേണ്ടി, തന്റെ സഹപ്രവർത്തകന് വേണ്ടി ഒരിറ്റ് കണ്ണീര് വാർക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ വേദനിക്കുന്ന, സ്പന്ദിക്കുന്ന കാരുണ്യമുള്ളൊരു ഹൃദയം ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിലുണ്ടോ? നമുക്ക് കൈമോശം വന്നുപോയോ? അല്ലാഹുവിന്റെ കാരുണ്യം ഇന്ന് ഭൂമി ലോകത്തുനിന്ന് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇന്ന് മഴ വർഷിക്കുന്നുണ്ടോ? ഇന്ന് മഴ വർഷിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ കാരുണ്യമല്ലേ മഴ? അള്ളാഹു അതിനെ തടഞ്ഞു വച്ചിരിക്കുകയല്ലേ? എന്താണ് പ്രിയപ്പെട്ടവരെ, മനുഷ്യർ പരസ്പരം കരുണയില്ലാത്തവരായി മാറിയപ്പോ, സഹകരണമില്ലാത്തവരായി മാറിയപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമി ലോകത്ത് നിന്ന് അവന്റെ കാരുണ്യത്തെ ഉയർത്തിക്കൊണ്ടുപോയി. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ആരാണ് കാരുണ്യവാൻ എന്ന് പറയുന്നത്? ആർക്കാണ്? അർറഹീമൂൻ. കാരുണ്യവാൻ എന്ന് പറഞ്ഞാൽ ആരാണ് കരുണയുള്ളവര്? യർഹമുഹുമുർ റഹ്മാൻ. അല്ലാഹു അവർക്ക് കരുണ ചെയ്തിരിക്കുന്നു. റഹ്മാൻ അവരോട് കരുണ കാണിച്ചിരിക്കുന്നു. അവരാണ് കാരുണ്യവാന്മാര്, കരുണയുള്ളവര്. അതുകൊണ്ട് നിങ്ങൾക്ക് കരുണ വേണോ? നിങ്ങൾക്ക് കാരുണ്യത്തിന്റെ ഹൃദയം വേണോ? ഇർഹമൂ മൻ ഫിൽ അർള്, ഇർഹമൂ മൻ ഫിൽ അർള്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണയോടെ പെരുമാറണേ. ഭൂമിയിലുള്ള സഹജീവികളോട് നിങ്ങൾ കരുണയോടെ പെരുമാറണേ. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ ഭൂമി ലോകത്തുള്ളവരോട് നിങ്ങൾ കരുണയോടെ പെരുമാറുമെങ്കിൽ ഇർഹമുക്കും മൻ ഫിസ്സമാ, വാനലോകത്തുള്ള പടച്ച റബ്ബ്, ആകാശലോകത്തിന്റെ അധിപതിയായ റബ്ബ്, ആകാശലോകത്തുള്ള ഗാലക്സി സമൂഹത്തിന്റെ ഉടമസ്ഥനായ റബ്ബ്, ആ റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. കരുണയുള്ള ഹൃദയം വേണമെങ്കിൽ ഭൂമി ലോകത്തുള്ളവരോട് കരുണ കാണിക്കണം. ഭൂമി ലോകത്തുള്ളവരോട് ഇന്ന് നമുക്ക് കരുണയുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാലത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു. ഏതാണ് ആ കാലം? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദഖ്തറബ സമാൻ, കാലം അടുത്താൽ, അവസാന നാൾ അടുത്തു കഴിഞ്ഞാൽ, ലാ യുറബ്ബിയർ റജുലു ജറൂഅൻ ഖൈറുൻ ലഹു മൻ അൻ യുറബ്ബിയ വലദൻ ലഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, അവസാന കാലം അടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒരു പിതാവ്, ആ പിതാവിന് ഒരു ആട്ടിൻകുട്ടിക്ക് തർബിയത്ത് കൊടുക്കലാണ് സ്വന്തം മകന് തർബിയത്ത് കൊടുക്കുന്നതിനേക്കാൾ ഒരു പിതാവിന് ഏറ്റവും നല്ലത് ഒരു ആടിനെ വളർത്തലാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, സ്വന്തം മക്കൾക്ക് തർബിയത്ത് കൊടുക്കുന്നതിനേക്കാൾ ഒരു പിതാവിന് ഏറ്റവും ഖൈർ ഒരു ആടിനെ വളർത്തലാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടമല്ലേ ഞാൻ നിങ്ങളും ജീവിക്കുന്നത്? മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കുന്ന എത്രയോ മാതാപിതാക്കളാണ്, മക്കളെ കൊണ്ട് വേദനിക്കുന്ന എത്രയോ മാതാപിതാക്കളാണ് ഇന്നുള്ളത്. വർത്തമാന കാലഘട്ടത്തിന്റെ തീരാശാപമായി മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തീരാത്ത വേദനയായി മാറിക്കൊണ്ടിരിക്കുന്നു. അനുസരണം കെട്ട മക്കള്, അനുസരണയില്ലാത്ത മക്കള്, വാർദ്ധക്യദശയിൽ ഉമ്മയെയും ഉപ്പയെയും വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി തള്ളിക്കൊണ്ട് ഭൗതികതയ്ക്ക് വേണ്ടി നെറ്റോടമോടുന്ന പൊന്നാര മക്കള് വർത്തമാന ലോകത്തിന് വേദനയാണ്, ഭൂമി ലോകത്തിന് ശാപമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള മക്കൾ ഇന്ന് എല്ലാ ഉപ്പമാർക്കും പരാതിയാണല്ലോ, മക്കൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. മക്കളെ കൊണ്ട് അഭിമാനം തകർന്നു പോകുന്ന അവസ്ഥ. സ്വന്തം മക്കളുടെ അടിയേറ്റുകൊണ്ട് പിടഞ്ഞു വീണ് മരിക്കുന്ന ഉപ്പയുടെ വാർത്ത, സ്വന്തം മക്കളുടെ അടിയേറ്റുകൊണ്ട് പ്രിയപ്പെട്ടവരെ പിടഞ്ഞു വീണ് മരിക്കുന്ന, സ്വന്തം ഗർഭപാത്രം 10 മാസം ഗർഭത്തിൽ ചുമന്ന നൊന്തുപെറ്റ ഉമ്മയെ ക്രൂരമായി കൊന്നുകളയുന്ന മക്കൾ വർത്തമാന കാലഘട്ടത്തിന്റെ സംഭാവനയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ആ രീതിയിലേക്ക് എത്തിപ്പെട്ടത്? എന്താണ് അതിന്റെ, ആർക്കാണ് ഉത്തരവാദിത്വം എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ അതൊക്കെ വിശദീകരിക്കാൻ സമയമില്ല. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചൊരു
CD ഇറങ്ങുന്നുണ്ട് എന്റെ ആധുനിക മക്കൾ ശാപമോ അനുഗ്രഹമോ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അത് 5-ാം തീയതി ഇറങ്ങുള്ളൂ. അപ്പൊ അതിലുണ്ട്, അതിപ്പോ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. പിന്നെ അപ്പോ നിങ്ങൾക്ക് കരുണ വേണമെങ്കിൽ ഭൂമി ലോകത്തുള്ളവരോട് കരുണ കാണിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, പുണ്യപ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഇന്നൊരു കാലഘട്ടത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ആ കാലഘട്ടത്തിൽ സ്വന്തം മക്കൾക്ക് തർബിയത്ത് കൊടുക്കുന്നതിനേക്കാൾ ഒരു മനുഷ്യന് ഏറ്റവും നല്ലത് ആടിനെ വളർത്തലാണ്. അങ്ങനെ ഒരു കാലഘട്ടം വരാനുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആഖിറുസ്സമാനിന്റെ മക്കള് മാതാപിതാക്കളെ അടിമകളാക്കി വെക്കുന്ന മക്കളാണ്. ആഖിറുസ്സമാനിന്റെ മക്കള് മാതാപിതാക്കളെ കൈകാര്യം ചെയ്യുന്ന മക്കളാണ്. ആഖിറുസ്സമാനിന്റെ മക്കള് മാതാപിതാക്കളെ വാർദ്ധക്യ ദശയിൽ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി തള്ളുന്ന മക്കളാണ്. അല്ലാഹു അതിനെ തൊട്ട് നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നാടിനെ ഇപ്പൊ നമ്മളിപ്പോ പലരും തമാശക്കാണെങ്കിലും ചിലരൊക്കെ പറയാറുണ്ടല്ലോ, അവനെയൊക്കെ ഉണ്ടാക്കിയ നേരം കൊണ്ട് ഒരു വാഴ വെച്ചിരുന്നെങ്കിൽ 4 വാഴക്കൊലെങ്കിലും കിട്ടിയെന്നെ, അല്ലേ? നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് പദാണ് ഇതൊക്കെ. ചില ഉമ്മമാര് പറയും, ഓ അവനൊക്കെ എന്റെ പള്ളയിൽ തന്നെ, എന്റെ വയറ്റിൽ തന്നെ വന്നല്ലോടാ, എന്റെ വയറ്റിൽ തന്നെ നീയൊക്കെ വന്നല്ലോ. ഉമ്മമാര് പറയാറുണ്ട്. അത്രത്തോളം മക്കളെ കൊണ്ട് ഇടങ്ങേറാകുന്ന ഒരവസ്ഥ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു അനുഗ്രഹീതരാക്കി തരുമാറാകട്ടെ. വീണ്ടും അള്ളാഹുവിന്റെ പ്രവാചകം പഠിപ്പിക്കുകയാണ്, ആ കാലഘട്ടത്തിൽ വൃദ്ധരായവരെ ബഹുമാനിക്കപ്പെടുന്നില്ല, പ്രായമേറിയവരെ ബഹുമാനിക്കപ്പെടാത്തൊരു കാലഘട്ടം, പ്രായമുള്ളവരോട് യാതൊരു ബഹുമാനവുമില്ലാത്തൊരു കാലഘട്ടം, അല്ലെ? വയസ്സായവരെ കണ്ടാൽ, ബസ്സിലേക്ക് ഒരു വയസ്സായ ആൾ കയറി വരുന്നത് കണ്ടാൽ ഒന്ന് എഴുന്നേറ്റ് കൊടുക്കാൻ നിന്ന ചെറുപ്പക്കാർക്ക് മടിയാണ്. പള്ളിയിലെ ഉസ്താദ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി റോട്ടിലൂടെ നടന്നു പോകുമ്പോ, പണ്ട് കാലത്തൊക്കെ ഉസ്താദ് ഒന്ന് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പടയുടെ അവിടെയുള്ള കടയുടെ ആ ഭാഗത്തൊന്നും പിന്നെ ഒരൊറ്റ ചെറുപ്പക്കാരെ കണ്ടാൽ എല്ലാവരും പേടിച്ചങ്ങോട്ട് മാറിപ്പോവായിരുന്നു. ഇന്നതൊന്നുമല്ല, ഉസ്താദ് അതിൽ പോണിങ്ങ് പൊയ്ക്കോട്ടെ. പണ്ഡിതനോട് പോലും ബഹുമാനമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. ആദരിക്കേണ്ടവരെ ആദരിക്കാത്തൊരവസ്ഥ, പ്രായമേറിയവർക്ക് ആദരം കൊടുക്കാത്തൊരവസ്ഥ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, പ്രായമേറിയവരെ ബഹുമാനിക്കപ്പെടുകയില്ല കാലഘട്ടത്തിൽ. എന്റെ പ്രിയപ്പെട്ടവര് ചിന്തിക്കണം, ഇന്ന് വൃദ്ധരാക്രമിക്കപ്പെടുകയല്ലേ, ഇന്ന് വൃദ്ധരാക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ സ്വന്തം മക്കളുടെ കരങ്ങളാൽ തന്നെ. വാർദ്ധക്യ ദശയിലെത്തുമ്പോ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കേണ്ട പുന്നാര മക്കള് മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന തന്റെ കൂട്ടുകാരുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്താൻ എന്റെ ഉപ്പാനെ കൊള്ളൂല, ഉപ്പയുടെ രോമമൊക്കെ ചുക്കിച്ചുളിഞ്ഞു, എന്റെ ഉമ്മാനെ കൊള്ളൂല, കാരണം എന്റെ ഉമ്മ ആകെ ശോഷിച്ചു പോയി. എന്റെ കൂട്ടുകാരുടെ മുന്നിൽ എന്റെ പ്രസ്റ്റീജിന് കോട്ടമാണ് എന്റെ മാതാപിതാക്കൾ എന്ന് കാണുമ്പോ മാതാപിതാക്കളെ റൂമിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് പൂട്ടിപ്പോകുന്ന മക്കള്, മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയിട്ട് പോകുന്ന പുന്നാര മക്കള്, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രായമേറിയവർ ബഹുമാനിക്കപ്പെടാത്തൊരു കാലഘട്ടം. വീണ്ടും ഹബീബായ നബി തങ്ങൾ പറയുകയാ, ചെറിയ മക്കളോട് കരുണയില്ലാത്തൊരു കാലഘട്ടം, ചെറിയ കുട്ടികളോട് കരുണയില്ലാത്തൊരു കാലഘട്ടം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യത്തോടെ പുലർന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് എന്റെ പ്രിയപ്പെട്ടവര് പത്രത്തിലൂടെ വായിക്കുന്നില്ലേ, 5 വയസ്സായ പെൺകുട്ടിയെ ക്രൂരമായി മാനഭംഗപ്പെടുത്തപ്പെട്ടതിന്റെ കഥ എന്റെ പ്രിയപ്പെട്ടവര് വായിക്കുമ്പോ, ചെറിയ പെൺകുട്ടികളുള്ളവര്, 4 വയസ്സായ 5 വയസ്സായ പെൺമക്കളുള്ള ഉപ്പമാരും ഉമ്മമാരുടെയും നെഞ്ചിൽ തീയാണ്. എങ്ങനെയാണ് എന്റെ മക്കളെ സ്കൂളുകളിലേക്ക് അയക്കുക? എങ്ങനെയാണ് എന്റെ മക്കളെ ഇന്ന് കലാലയങ്ങളിലേക്ക് എങ്ങനെ വിശ്വസിച്ചയക്കും? ഉപ്പമാരുടെ നെഞ്ചിൽ തീയാണ്, ഉമ്മമാരുടെ നെഞ്ചിൽ തീയാണ്. നമ്മളൊക്കെ പറയുകയാണ്, ശപിക്കുകയാണ്, ഇവരൊക്കെ നശിച്ചു പോകട്ടെ, ഇവരൊക്കെ മനുഷ്യരാണോ? ഇവരെല്ലാം ക്രൂരനല്ലേ, ക്രൂരമായ മൃഗമല്ലേ? പിഞ്ചു കുഞ്ഞിന്റെ ദേഹത്ത് ലൈംഗിക ദാഹം തീർക്കുന്ന മനുഷ്യര്. എന്റെ പ്രിയപ്പെട്ടവര് ചിന്തിക്കണം, 2001 ഇവിടെ 2000-ഓളം പിഞ്ച് ബാലപീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ, ഇപ്പൊ ഈ അടുത്ത് വന്നൊരു കണക്കാണ്, 2001 2000 ചില്ലറേ ഉണ്ടായിരുന്നുള്ളൂ ബാലപീഡനം. പക്ഷേ 2011 7000-ലേക്ക് ഉയർന്നിരിക്കുകയാണ്. മൊത്തത്തിൽ ഇന്ന് ലോകത്ത് പിഞ്ചുമക്കളോടുള്ള
ക്രൂരത 48,000 കഴിഞ്ഞ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത നമുക്ക് മുന്നിലേക്ക് വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ആ കാലഘട്ടം ഈ കാലഘട്ടമല്ലേ? ആ ജാഹിലിയത്ത് ഇത് തിരിച്ചു വന്നിരിക്കുകയല്ലേ? വലാ യർഹമു സഗീറാ, ചെറിയ കുഞ്ഞു മക്കളോട് യാതൊരു കാരുണ്യവുമില്ലാത്തൊരു കാലഘട്ടം. മലപ്പുറത്ത് പാവപ്പെട്ട നാടോടി പെണ്ണിന്റെ വാറത്ത് പറ്റിക്കൊണ്ട് കിടന്നുറങ്ങിയിരുന്ന പൊന്നുമോള്, പാവപ്പെട്ട കറുത്തവളായ നാടോടി പെണ്ണിന്റെ സ്വന്തം അമ്മയുടെ ദേഹത്തോടൊട്ടിക്കിടന്നുകൊണ്ടിരുന്ന പിഞ്ചുമോള്, 3 വയസ്സായ പിഞ്ചുമോളെ ആ മാറത്ത് നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പോയിട്ട് ക്രൂരമായി ലൈംഗികദാഹം തീർത്തത് ജസീം എന്ന് പറയുന്ന ഈ സമുദായത്തിന്റെ പേര് കളയിപ്പിക്കാൻ വേണ്ടി പിറന്നൊരു മോനല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ്. ജസീം എന്ന് പറയുന്ന ഈ സമുദായത്തിന്റെ പേരിട്ടവൻ, ഈ സമുദായത്തിന്റെ നേരെ കരിവാരി എറിഞ്ഞവനല്ലേ? ആരുടെ ദേഹത്ത്? നീഗ്രോയായ അമ്മയുടെ ദേഹത്തോടൊട്ടിക്കിടന്ന പിന്നാരെ മോളെ കൊണ്ടുപോയിട്ട് ക്രൂരമായി തന്റെ ലൈംഗികദാഹം തീർത്തത്. ഈ അടുത്ത കാലം എത്ര സംഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഇത് കേൾക്കുമ്പോ ഞെട്ടിപ്പോവുകയാണ്. 2 പെൺമക്കളുടെ ഉപ്പയാണ് ഞാൻ, എന്റെ മനസ്സിൽ തീയാണ്. കാലം ഇത്രമാത്രം ദുഷിച്ചിരിക്കുന്നു. പിഞ്ചുമക്കളോട് പോലും യാതൊരു കാരുണ്യവുമില്ലല്ലോ, പിഞ്ചുമക്കളോട് പോലും യാതൊരു ദയയുമില്ലല്ലോ. മനുഷ്യൻ മൃഗമായി മാറിയിരിക്കുകയാ, മനുഷ്യൻ ക്രൂരമായ ജന്തുവായി മാറിയിരിക്കുകയാ. ഒരിക്കലും മൃഗത്തോടവനെ ഉപമിക്കാൻ കഴിയില്ല. ഒരിക്കലും മൃഗത്തോട് ഉപമിക്കുന്നത് ആ മൃഗത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ മനുഷ്യനെ കുറിച്ച് പറയുന്നു. മനുഷ്യന്റെ ഈ ഭയങ്കരതയെക്കുറിച്ച്, ഈ ക്രൂരതയെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്നത് എന്താ? ഉലൈക കല്ലന്നാം ബൽ ഹും അദൽ. വിശുദ്ധ ഖുർആൻ പറയുകയാ, അവൻ നാൽക്കാലി മൃഗങ്ങളെ പോലെയാണ്. അല്ല, ആ മൃഗങ്ങളോട് ഉപമിക്കാൻ കഴിയില്ല. അതിനേക്കാൾ വൃത്തികെട്ടവനാണ്, അതിനേക്കാൾ വഴിപിടച്ചവനാണ്, ആ മൃഗങ്ങളെക്കാൾ ക്രൂരനാണെന്ന് വിശുദ്ധമായ ഖുർആൻ മനുഷ്യനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. മൃഗത്തോട് പോലും ഇന്നത്തെ മനുഷ്യനെ ഉപമിക്കാൻ കഴിയില്ല. അത് മൃഗത്തോട് കാണിക്കുന്ന ദ്രോഹ. ഒരു മൃഗവും ചെറിയ കുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നില്ല. ഒരു മൃഗവും തന്നെ ചെറിയ കുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെന്നും മൃഗത്തെക്കാൾ അധപ്പതിച്ചു, മൃഗത്തെക്കാൾ അവൻ അധപ്പതനത്തിലാണ്. എന്ന് പറഞ്ഞാൽ റഹ്മത്തില്ല, കാരുണ്യത്തിന്റെ ഒരൽപ്പമെങ്കിലും അവന്റെ ഹൃദയത്തിൽ ഇന്നില്ല. എങ്ങനെയാന്ന് മക്കളെ വിശ്വസിച്ച്, നമ്മുടെ പിഞ്ചു മക്കളെ എങ്ങനെയാന്ന് വിശ്വസിച്ച് പുറത്തേക്ക് ഇറക്കി വിടുക? 5 വയസ്സൊന്നും ആവണ്ട. 2, 3 വയസ്സായ കുഞ്ഞു മക്കളോട്. അപ്പൊ അതും കഴിഞ്ഞു. ഈ അടുത്ത പത്രത്തിൽ വായിച്ചു, ഒരു രാത്രി തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിനെ പിറ്റേ ദിവസം നോക്കിയപ്പോ പശുവിന്റെ കൈകാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്നു. നോക്കുമ്പോ ആ പശുവിന്റെ ജനനേന്ദ്രിയത്തിൽ ക്രൂരമായി ലൈംഗിക ദാഹം തീർത്തതിന്റെ അടയാളങ്ങൾ അടുത്തൊരു പത്രത്തിൽ വായിച്ചതാണ്. എവിടെ എത്തി മനുഷ്യൻ? അധപ്പതനത്തിന്റെ അഗാധമായ ആഴത്തിലേക്ക് ആണ്ടുപോവുകയാണ് ഈ മനുഷ്യൻ. ജാഹിലിയത്ത് പൂർവാധികം ശക്തിയായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ലോകത്തേക്ക്. കാരണം കരുണ പറ്റിപ്പോയി ലോകത്ത്. അപ്പോ കാരുണ്യമെന്ന് നഷ്ടപ്പെടുകയാണ്. വലാ യർഹമു സഗീറാ, ചെറിയ മക്കളോട് കരുണ കാണിക്കാത്തൊരു കാലം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു വീണ്ടും, വയക്സുറു ഔലാദുസ്സിനാ, വ്യഭിചാര സന്തതികൾ വർദ്ധിക്കും ആ കാലഘട്ടത്തിൽ. വർദ്ധിക്കുകയാണ് ആ കാലഘട്ടത്തിൽ. പ്രിയപ്പെട്ടവർ, വർത്തമാന കാലഘട്ടത്തിലേക്ക് നോക്കണം. ഇന്ന് വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ഗവൺമെന്റുകൾ പോലും. വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങളല്ലേ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സുരക്ഷിതമായ ലൈംഗിക ബന്ധം, ഉറകൾ ഉപയോഗിക്കുക, അതിന്റെ പരസ്യം, റേഷൻ കടകളിലൂടെ അതിന്റെ വിതരണം, അല്ലേ? ഗവൺമെന്റ് പോലും ഈ മ്ലേച്ഛതയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. വ്യഭിചാരത്തിന്റെ സന്തതികൾ വർദ്ധിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന് അമ്മത്തൊട്ടിൽ
അമ്മത്തൊട്ടിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയല്ലേ. ഓരോ ദിവസവും ഭൂരിഭാഗം ദിവസങ്ങളിലും ആ അമ്മത്തൊട്ടിലേക്ക് ഒരു അനാഥ കുഞ്ഞ് വന്ന് വീഴുകയാണ്. വ്യഭിചാരത്തിന് പ്രോത്സാഹനം കൊടുക്കുകയല്ലേ എന്ന ലോകം. വ്യഭിചാര സന്തതികൾ ഇന്ന് ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കുത്തരിഞ്ഞ ലൈംഗിക അരാജകത്വത്തിന്റെ വക്താക്കളായി വർത്തമാന കാലഘട്ടത്തിലെ ശാസ്ത്രം വികാസം കൊണ്ടു എന്ന് അഹങ്കരിക്കുന്ന കാലഘട്ടത്തില് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ പ്രവാചകൻ നുബുവത്തിന്റെ നാവിലൂടെ പറഞ്ഞ വാക്ക് പുലരുകയല്ലേ. വ്യഭിചാരത്തിന്റെ മക്കള് വർദ്ധിക്കുകയാ. വ്യഭിചാരത്തിന്റെ മക്കള് വർദ്ധിക്കും കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് എന്നിട്ട് പറയുന്നു, ഹത്താ അന്ന റജുല യഗ്ശൽ മർഅത ഫീ ഖാരിഅത്തി തരീഖ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ആ കാലഘട്ടത്തിൽ നടുറോട്ടിലെ ഒരാണും പെണ്ണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് യാതൊരു ഉളുപ്പുമില്ലാത്തൊരു കാലഘട്ടമാ. മുഹമ്മദുർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് അതിന്റെ യാഥാർത്ഥ്യം അത് പുലരുകയല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മക്കളെയുമായി ഭാര്യയുമായി ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയുമോ? ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയുമോ? പ്രണയചേഷ്ടകളുടെ കാമലീലകൾ കാണേണ്ടി വരുന്ന ദുരവസ്ഥയല്ലേ. സ്വന്തം മക്കളോടൊത്തുന്ന സ്വതന്ത്രമായൊരു ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. ഇന്ന് പ്രൈവറ്റായിട്ട് സ്വന്തം വണ്ടി എടുത്തുകൊണ്ട് ഭാര്യയും മക്കളെയും കൂട്ടി ഓരോ ഫംഗ്ഷന് പോവേണ്ട അവസ്ഥയാവുന്നത്. യാതൊരു എളുപ്പമില്ല. ലജ്ജയെന്നത് ലജ്ജ പോലുമില്ല. പാർക്കുകളിൽ, റെസ്റ്റോറന്റുകളിൽ, ഹോട്ടലുകളിൽ, ഐസ്ക്രീം പാർലറുകളിൽ, ഐസ്ക്രീം പാർലറിലൊക്കെ അതിനു വേണ്ടിയിട്ട് ഒരു സജ്ജീകരണം ചെയ്തു കൊടുക്കുക, ഒരു ക്യാബിൻ. കാരണം അവർക്ക് കച്ചവടമാണ് വലുത്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, നടുറോട്ടിൽ വെച്ചൊരു പെണ്ണുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ, അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിന്റെ ആമുഖങ്ങൾ നടത്താൻ ഒരു മനുഷ്യനും മടിയില്ലാത്തൊരു കാലഘട്ടമാണ്. ചിന്തിക്കുക, ആ കാലഘട്ടം തിരിച്ചു വരികയല്ലേ ജാഹിലിയത്തിന്റെ കാലഘട്ടം. പെണ്ണുമായി കൂത്താടുന്ന രംഗം ഇന്ന് മക്കളോ. ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണ് പൊത്താതെ റോട്ടിലേക്ക് ഇറങ്ങാൻ കഴിയുമോ? നമ്മുടെ മക്കളെയുമായി റോട്ടിലേക്ക് ഇറങ്ങുമ്പോ റോട്ടിലുള്ള ഓരോ ഭിത്തിയിലും ഒട്ടിച്ചു വച്ചിരിക്കുന്ന സിനിമാ പോസ്റ്ററിൽ പോലും മനുഷ്യന്റെ ഉള്ളിലെ അധമ വികാരങ്ങളെ ഇളക്കിവിടുന്ന ചിത്രങ്ങളല്ലേ. തുണിയെടുക്കാത്ത പെണ്ണിന്റെ ചിത്രങ്ങൾ ഓരോ ഭിത്തികളിലും ഇങ്ങനെ നിരത്തിപ്പിടിച്ചൊട്ടിക്കുമ്പോ അതിന്റെ സൈഡിലൂടെ സ്വന്തം മക്കളെയും കൈപിടിച്ചുകൊണ്ട് നടന്നു പോകാൻ ലജ്ജ അല്പമെങ്കിലും മനസ്സിലുള്ള ഒരു പിതാവിന് കഴിയുമോ? പ്രിയപ്പെട്ടവരെ, അല്പമെങ്കിലും നാണം മനസ്സിലുള്ള ഒരു ഉപ്പാക്ക് കഴിയുമോ? അത് സ്വന്തം ഭാര്യയെയും മക്കളെയും കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയോ? ഹബീബായ നബി തങ്ങൾ പറയുന്നതൊക്കെ പുലരുകയാണ്. യൽബസൂന ജുലൂദല്ലഅനി അലാ ഖുലൂബിദ്ദിആബ്. ആട്ടിൻതോലണിഞ്ഞ ചെന്നായയായ മനുഷ്യരാണെന്നുള്ളത്. ആട്ടിൻതോലാണ് അണിഞ്ഞിരിക്കുന്നത്, പക്ഷെ ചെന്നായയുടെ സ്വഭാവമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ, അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ കുടിച്ചു മൂടിയ എല്ലാ തരം ജാഹിലിയത്തും ഇന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നും മ്ലേച്ഛതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ജഅഫർ ഇബ്നു അബീ താലിബ് അവിടെ പറഞ്ഞത് അതല്ലേ, വലഅത്തിൽ ഫവാഹിഷ്. ഞങ്ങൾ മ്ലേച്ഛതകളിൽ ജീവിച്ചവരായിരുന്നു. ഇന്നും മ്ലേച്ഛതകൾക്ക് കുറവുണ്ടോ? ഇന്നും മ്ലേച്ഛതകൾക്ക് കുറവുണ്ടോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, വയൻഹാഹും അനിൽ ഫഹ്ശാഇ. ഫഹ്ശാഇനെ തൊട്ട് നിങ്ങളെ ഞാൻ നിരോധിച്ചിരിക്കുന്നു എന്ന്. ഫഹ്ശാ നിങ്ങൾക്ക് ഞാൻ നിരോധിച്ചിരിക്കുന്നു, തടഞ്ഞിരിക്കുന്നു. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നൽ ഫുഹ്ശ വത്തഫഹുശ ലൈസ മിനൽ ഇസ്ലാമി ഫീ ഷൈഇ. ഒരിക്കലും മ്ലേച്ഛതകൾക്ക്, മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല, യാതൊരു അടിസ്ഥാനവുമില്ല. ജനങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലവര്, സ്വഭാവം കൊണ്ട് ഏറ്റവും നല്ലവരാണ് ജനങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലവരെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് മ്ലേച്ഛതകൾ വ്യാപിച്ചിരിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ. സംസാരങ്ങളിൽ മ്ലേച്ഛതയുള്ളവൻ ഒരിക്കലും അവൻ സത്യവിശ്വാസിയല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ലൈസൽ മുഅ്മിനു ബിത്തആനി വലൽ ലആനി വലൽ ഫാഹിഷ് വലൽ ബദീ ഔ കമാ ഖാല മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ലൈസൽ മുഅ്മിൻ വിശ്വാസിയല്ല,
ഒരു യഥാർത്ഥ വിശ്വാസിയല്ല ബിദ്ദഅൻ. സംസാരിക്കുമ്പോൾ കുത്തുവാക്കുകൾ പറയുന്നവൻ യഥാർത്ഥമായ വിശ്വാസിയല്ല. പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിഷയങ്ങൾ ഒരുപാടുണ്ട് ജാഹിലിയത്തിന്റെ, പറയാൻ ഈ സമയം പോരാ. വളരെ ചുരുങ്ങിയതിൽ മാത്രം, ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് മാത്രം അതിന്റെ ഏകദേശം ഗൗരവമായ കാര്യങ്ങൾ പറയുകയാണ്. കുത്തുവാക്കുകൾ പറയുന്നവൻ അവൻ യഥാർത്ഥമായ വിശ്വാസിയല്ല. ശാപവാക്കുകൾ ഉരുവിടുന്നവനും യഥാർത്ഥമായ വിശ്വാസിയല്ല. വലൽ ഫാഹിഷ്, മ്ലേച്ഛതകൾ പറയുന്നവനും യഥാർത്ഥമായ വിശ്വാസിയല്ല. വലൽ ബദിയ്, അശ്ലീലതകളും പറയുന്നവൻ അവൻ യഥാർത്ഥമായ വിശ്വാസിയല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു സംസാരം തുടങ്ങിയാൽ ഈ പറഞ്ഞ 4-ൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ സംസാരത്തിൽ കടന്നു വരൂലേ? ഒന്നൊരിക്കൽ കുത്തുവാക്ക്, അല്ലെങ്കിലോ ശാപവാക്ക്, അല്ലെങ്കിൽ മ്ലേച്ഛമായ വാക്ക്, അതല്ലെങ്കിൽ അശ്ലീലം. ഇതില്ലാതെ ഇന്ന് നമ്മുടെ ഏതെങ്കിലും സംസാരം അവസാനിക്കാറുണ്ടോ? അല്ലേ? ഇതില്ലാതെ ഇന്ന് വലിയ ഹരല്ലേ സെക്സ് സംസാരിക്കുക. എന്തൊരു ഹര, എന്തിനും ദ്വയാർത്ഥങ്ങളാണ് ഇന്നത്തെ യുവതലമുറയുടെ കോഡാണ്. എല്ലാത്തിനും ഓരോ കോഡ് ഭാഷകളുണ്ട്, എല്ലാത്തിനും ദ്വയാർത്ഥങ്ങളാണ്. സംസാരത്തിൽ ഈ 4 കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം. ഈ 4 രീതിയിലുള്ള സംസാരങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, അവൻ ലൈസ മുഅ്മിൻ, അവൻ യഥാർത്ഥമായ വിശ്വാസിയല്ല. യഥാർത്ഥമായ സത്യവിശ്വാസത്തിന്റെ അടയാളമല്ല, അവൻ യഥാർത്ഥമായ സത്യവിശ്വാസി ആയിട്ടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിലൊക്കെ കയറി ഇടപെടുക എന്നുള്ളതാണ് മനുഷ്യന്റെ സ്വഭാവം. ഒരാവശ്യമില്ല, വെറുതെ 4 ആൾ കൂടിക്കാണ്, വെറുതെ അതിനിടെ പോയി തലയിടുക, എന്നിട്ട് അഭിപ്രായം പറയുക. നബിതങ്ങളെ പറഞ്ഞു, മൻ കസുറ കലാമുഹു, ആരെങ്കിലും സംസാരം വർദ്ധിപ്പിച്ചാൽ കസുറ ദമ്മുഹു, അവൻ പാപങ്ങൾ വർദ്ധിപ്പിച്ചവനാണ്. വമൻ കസുറ ദമ്മുഹു, ആരെങ്കിലും പാപങ്ങൾ വർദ്ധിപ്പിച്ചാൽ മാത ഖൽബുഹു, അവന്റെ ഹൃദയം മരിച്ചിരിക്കുകയാണ്. വമൻ മാത ഖൽബുഹു ദഖല ഫിന്നാർ. മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആരെങ്കിലും സംസാരം വർദ്ധിപ്പിച്ചാൽ അവൻ പാപങ്ങളെ വർദ്ധിപ്പിച്ചവനാണ്. ആരെങ്കിലും പാപങ്ങളെ വർദ്ധിപ്പിച്ചാൽ അവന്റെ ഹൃദയം മരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ ഹൃദയം മരിച്ചുപോയാൽ ദഖല ഫിന്നാർ, അവൻ നരകത്തിലേക്ക് പ്രവേശിക്കുന്നവനാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. കാരണം ഹൃദയം മരിച്ചാൽ പിന്നെ ആ ഹൃദയത്തിലേക്ക് ഒരു നന്മയും കയറൂല, ഒരു നന്മ അങ്ങോട്ട് കയറൂല, ഒരു സത്യത്തിന്റെ വെളിച്ചം അങ്ങോട്ട് കയറൂല. അപ്പൊ പിന്നെ സത്യം ഉൾക്കൊള്ളാതെ അവൻ നരകത്തിന്റെ അവകാശിയായിട്ടായിരിക്കും മരിച്ചു വീഴുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ മ്ലേച്ഛതയുള്ളത് മനുഷ്യന്റെ നാവുകളിലാണ്. ഏറ്റവും കൂടുതൽ മ്ലേച്ഛതയുള്ളത് മനുഷ്യന്റെ നാവുകളിലാണ്. പ്രിയപ്പെട്ടവരെ, നാവ് കൊണ്ട് എന്തെല്ലാം വൃത്തികെട്ട ഭാഷകളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിധങ്ങൾ പറഞ്ഞു, നാളെ സ്വർഗത്തിലേക്ക് മുഖം കുത്തി വലിച്ചെറിയപ്പെടുന്നവരെ നാവ് കൊണ്ട് കൊയ്തെടുത്തതിന്റെ വിപത്താണ് മുഖം കുത്തി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു അവയവമാണ് നാവ്. ഇരുതല മൂർച്ചയുള്ള ആയുധമാണ് നാവ്. ഒരേ സമയം ഒരാളെ മിത്രമാക്കാനും അതുപോലെ തന്നെ ശത്രുവാക്കാനും കഴിയുന്ന ഒരു ആയുധമാണ് നാവ് എന്ന് പറയുന്നത്. ഒരാളെ ഇല്ലാതെയാക്കാനും കഴിയും, ഒരാളെ ഉയർത്താനും കഴിയും ഈ നാവെന്ന് പറയുന്ന ഈ എല്ലില്ലാത്ത ഈ വസ്തു കൊണ്ട്. അതിനെ സൂക്ഷിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മ്ലേച്ഛതകൾ, ആരെയും ചീത്ത പറഞ്ഞുകൂടാ, ഒരാളെയും ഇന്ന് ചീത്ത പറഞ്ഞുകൂടാ. ഒരിക്കലും ഒരാളെയും ചീത്ത വിളിക്കാൻ പാടില്ല. സിബാബുൽ മുസ്ലിമി ഫുസൂഖ്, ഒരു മുസ്ലിമിനെ ചീത്ത വിളിച്ചാൽ അവൻ തെമ്മാടിയാണ്, അവൻ ഫാസിഖാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാ, ഒരു മുസ്ലിമിനെ ചീത്ത വിളിക്കുന്നവൻ ഫാസിഖാണ്, തെമ്മാടിയാണ്. മുസ്ലിമിനെ മാത്രമല്ല, ഒരു മനുഷ്യനെയും ചീത്ത വിളിക്കാൻ പാടില്ല എന്നാണ് പരിശുദ്ധ മതം പഠിപ്പിക്കുന്നത്. ഇന്നത്തെ അവസ്ഥ എന്താ പ്രിയപ്പെട്ടവരെ? ആരെയും എന്തും വിളിച്ചു പറയുന്ന ഒരവസ്ഥ അല്ലേ? ഇന്ന് നമ്മുടെ
നിയമസഭാ മന്ദിരത്തിലേക്ക് നോക്കിയാൽ മതി. ഏതെല്ലാം പുതിയ പുതിയ ഭാഷകൾ വിളിക്കണമെന്നുള്ള പുതിയ ഭാഷകൾ ജനപ്രതിനിധികൾ നമുക്ക് പഠിപ്പിച്ചു തരും അല്ലേ? TV വാർത്തകൾ പോലും മക്കളെ കൊണ്ട് കാണിക്കാൻ പാടില്ല. മറ്റു നമുക്ക് വാർത്തകളും കാണിക്കാന്ന് പറയാം. എന്ത് വാർത്ത കണ്ടാലോ ഓരോ ഗവൺമെന്റ് ഓരോ ജനപ്രതിനിധികളുടെ വായിലൂടെ വരുന്ന വാക്കുകൾ അതൊക്കെ മക്കൾ പഠിച്ചാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. എന്താണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. സംസ്കാരം പഠിപ്പിക്കേണ്ടവർ, അതിന് മാതൃകയാകേണ്ട ജനപ്രതിനിധികൾ, സംസ്കാരത്തിന്റെ ശ്രീകോവിലായ നിയമസഭാ മന്ദിരത്തിൽ നിന്ന് പത്രക്കാരുടെ മുന്നിൽ വിളിച്ചു പറയുന്നത് മ്ലേച്ഛതയുടെ പദങ്ങൾ. എന്തെല്ലാം ഭാഷകളാ പറയുന്നത്. യാതൊരു ഉളുപ്പുമില്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്ക് കിട്ടുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മ്ലേച്ഛതകൾ എല്ലാം തിരിച്ചു വരികയാണ്. പ്രിയപ്പെട്ടവരെ, സംസാരത്തിൽ മ്ലേച്ഛതകൾ മാത്രം, ആക്ഷേപ വാക്കുകൾ മാത്രം. ഇന്നൊരാളെയും ഇന്ന് മറ്റേ ജനപ്രതിനിധികളെ പോലും അനുധാവനം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ചുരുക്കത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നാവുകളിലെ മ്ലേച്ഛത നാം സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. ഒരാൾ അയാളുടെ നാവിനെ സൂക്ഷിക്കണം. എവിടെ നിന്ന് സ്വന്തം കുടുംബത്തോട് പോലും മ്ലേച്ഛമായ പദങ്ങൾ ഉപയോഗിക്കരുത്. സ്വന്തം കുടുംബത്തോട് പോലും മ്ലേച്ഛമായ പദങ്ങൾ ഉപയോഗിക്കരുത്. ഭാര്യയോട് ഉപയോഗിക്കരുത്, മക്കളോട് ഉപയോഗിക്കരുത്. ഒരാൾ യഥാർത്ഥ മനുഷ്യനാകുന്നത് എപ്പോഴാണ്? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഒരു മനുഷ്യൻ ചോദിച്ചു, നബിയെ, ഞാനൊരു നല്ലവനാകുന്നതും ഞാൻ ചീത്തയാകുന്നതും എങ്ങനെയാണ് എനിക്കറിയാൻ കഴിയുക? ഞാൻ നല്ലവനാണോ ചീത്തയാണോ? ഞാൻ മനുഷ്യത്വ മൂല്യം ഉൾക്കൊള്ളുന്നവനാണോ അതല്ല അല്ലാത്തവനാണോ എന്ന് ഞാൻ എങ്ങനെയാ നബിയെ അറിയുക എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറയുകയാണ്, നീ നല്ലവനാണോ ചീത്തയാണോ എന്നറിയണമെങ്കിൽ അത് നിന്റെ അയൽവാസിയോട് ചോദിച്ചാൽ മതി. നിന്റെ അയൽവാസി നിന്നെക്കുറിച്ച് അവൻ നല്ലവനാ, അവൻ കുഴപ്പമില്ല, അവൻ നല്ല സ്വഭാവത്തിന്റെ ഉടമയാ. നിന്റെ അയൽവാസി നിനക്ക് ആ ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നുവെങ്കിൽ, മനുഷ്യ, നീ മനുഷ്യത്വ മൂല്യം ഉൾക്കൊള്ളുന്നവനാണെന്ന് നീ മനസ്സിലാക്കിക്കോ. അതല്ല നിന്റെ അയൽവാസി പറയുകയോ എന്തൊരു മനുഷ്യനായാള്, ഒരു മൃഗത്തിന്റെ സ്വഭാവം, ഒരു നന്മ പോലെ അയാളുടെ വാക്കിന് നല്ല വാക്ക് പോലും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. നിന്റെ അയൽവാസി നിന്നെക്കുറിച്ച് ആ സർട്ടിഫിക്കറ്റ് തന്നാൽ ഈ മാനവിക മൂല്യങ്ങൾ ഉൾക്കൊള്ളാത്തവനാണ്, മനുഷ്യത്വമില്ലാത്തവനാണെന്ന് നീ അതിലൂടെ മനസ്സിലാക്കിക്കോ എന്ന് ലോകത്തിന്റെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരൊറ്റ കാര്യം ഞാൻ മുന്നിലേക്ക് വെച്ചിട്ട്, എന്റെ പ്രിയപ്പെട്ടവര് ചിന്തിക്കുക, നമ്മൾ മനുഷ്യനാണോ എന്ന് ആരാ തീരുമാനിക്കുന്നത്? മനസീഉൽ ജിവാർ, ജാഹിലിയത്തിന്റെ അടയാളമായിരുന്നു അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത്. ആ അടയാളത്തിലേക്ക് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്ന സമയം വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കുടുംബ ബന്ധം മുറിക്കുക, അതൊക്കെ വളരെ വിശാലമായി പ്രതിപാദിക്കേണ്ട വിഷയമാണ്. അപ്പോ സ്വന്തം കുടുംബം, ഭാര്യ, അതുപോലെ തന്നെ മക്കള്, അതുപോലെ തന്നെ അയൽവാസികൾ, ഇവരെ പറയുകയാ നല്ല സ്വഭാവം, നല്ല തങ്കപ്പെട്ട സ്വഭാവം. എന്റെ ഭാര്യ പറയുന്നു നല്ല മനുഷ്യനാ എന്റെ ഭർത്താവ്. അല്ലെങ്കിൽ മനുഷ്യ, നിങ്ങൾക്കൊരു മനുഷ്യനാണോ? ഒരു ഭാര്യ നിന്റെ മുഖത്ത് നോക്കി ചോദിച്ചാൽ നീ അപ്പൊ മനസ്സിലാക്കിക്കോ, ഭാര്യയോട് ക്രൂദ്ധനായിട്ട് ഭാര്യയെ മർദ്ദിക്കുകയല്ല വേണ്ടത്. നിന്റെ ഭാര്യയുടെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വരുന്നു എങ്കിൽ ചിന്തിക്കുക, ഞാൻ മനുഷ്യത്വ മൂല്യങ്ങൾ ഉൾക്കൊണ്ടവനായിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുഴിച്ചുമൂടപ്പെട്ട ജാഹിലിയത്ത് തിരിച്ചു വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്ദേശങ്ങളെ ജീവിതത്തിൽ പകർത്തണേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്ദേശങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ലോകത്തിന് കാണിച്ചു കൊടുക്കണേ, ലോകത്തിന് പകർന്നു കൊടുക്കണേ. കരുണയുള്ള ഹൃദയത്തിന് വേണ്ടി പടച്ച റബ്ബിനോട് തേടണം. പ്രിയപ്പെട്ടവരെ, സ്വന്തം മക്കളോട് പോലും കരുണയില്ലാതെയാകുന്ന ലോകം, സ്വന്തം മക്കളോട് പോലും ദയയില്ലാതെയാകുന്ന കോലം കാലമാണെന്നുള്ളത്. മക്കളെ വളരെ ചെറുപ്രായത്തിൽ തന്നെ പ്ലേ സ്കൂളുകളിലാക്കിക്കൊണ്ട്, ഡേ കെയറുകളിലാക്കിക്കൊണ്ട് മാതാവ് ദുനിയാവിന്റെ പിന്നാലെ ഓടുന്ന ദുരവസ്ഥയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നൊന്തുപെറ്റ തള്ളയ്ക്ക് പോലും കുഞ്ഞിനെ പരിചരിക്കാൻ സമയമില്ലാതെ ദുനിയാവിന് വേണ്ടി, ദുനിയാവിലെ സമ്പത്തിന് വേണ്ടി നെട്ടോട്ടമോടുമ്പോ പടച്ച റബ്ബിനോട് കാണുകയാണ്, കേളണേ. കാരുണ്യം നഷ്ടപ്പെട്ടു പോയാൽ ഭൂമി ലോകത്ത് ജീവിക്കൽ പ്രയാസമാണ്. ഭൂമി ലോകം കലാപ കലുഷിതമാകും, ഭൂമി ലോകം രക്തരൂക്ഷിതമാകും. പ്രിയപ്പെട്ടവരെ, ഭൂമി ലോകം കുഴപ്പങ്ങളുടെ വിളനിലമായി മാറിപ്പോകും. ആകാശത്ത് നിന്ന് മഴ വർഷിക്കാത്തൊരവസ്ഥയുണ്ടായാൽ ഭൂമി ലോകം വെച്ച്
വറ്റി വരണ്ടു പോകും. മനുഷ്യന് കുടിക്കാൻ ശുദ്ധജലം കിട്ടാത്തൊരവസ്ഥ വന്നാൽ അത് മനുഷ്യന്റെ നാശത്തിലേക്കായിരിക്കും ചെന്നെത്തുക. അതുകൊണ്ട് ഉടയോടായ റബ്ബിനോട് കരഞ്ഞു തേടണേ. പടച്ച റബ്ബേ, കാരുണ്യത്തെ ഉയർത്തിക്കളയല്ലേ അല്ലാ. കാരുണ്യമുള്ള ഹൃദയം തരണേ റബ്ബേ. ഒരിക്കലും വിദ്വേഷമുള്ള ഹൃദയത്തിന്റെ ഉടമകളാക്കല്ല റബ്ബേ. പകയുള്ള ഹൃദയത്തിന്റെ ഉടമകളാക്കല്ല റബ്ബേ എന്ന് പടച്ച റബ്ബിനോട് കൈ ഉയർത്തി തേടേണ്ട കാലമാണ് പ്രിയപ്പെട്ടവരെ. പക കൊണ്ട് വിദ്വേഷം കൊണ്ട് ഒരിക്കലും ഒന്നും എത്തിപ്പിടിക്കാൻ കഴിയില്ല. നാളെ സ്വർഗലോകത്ത് കടക്കാൻ പോലും പകയുള്ള ഹൃദയത്തിന്റെ ഉടമയ്ക്ക് കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാ. ഹബീബായ നബി തങ്ങളെ എപ്പോഴും നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. വെള്ളിയാഴ്ച ദിവസം പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ഖുതുബയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട്, രണ്ടാമത്തെ ഖുതുബയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് ഖതീബ് ഓതുന്ന പ്രാർത്ഥന എന്താ? റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا. എന്താ പറയുന്നത്? ഒരു പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത് എന്താ? അല്ല, വെള്ളിയാഴ്ച ദിവസവും റബ്ബന ഇഗ്ഫിർ ലനാ, അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്തു തരണേ അല്ലാ. വലിഇഖ്വാനിന, പടച്ചവനെ ഞങ്ങൾക്ക് മാത്രം പുറത്തു തന്നത് കൊണ്ടായില്ല റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ മാത്രം പുറത്തത് കൊണ്ടായില്ല റബ്ബേ. വലിഇഖ്വാനിന, പടച്ചവനെ ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, പടച്ചവനെ വിശ്വാസം കൊണ്ട് ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ, വിശ്വാസം കൊണ്ട് ഈമാനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞ് ഖബറിൽ കഴിയുന്ന ഞങ്ങളുടെ മുൻഗാമികളായ ഞങ്ങളുടെ സഹോദരങ്ങൾ, അല്ലാഹുവേ ഞങ്ങൾക്കും അവർക്കും നീ പൊറുക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചിട്ട് തൊട്ടടുത്ത പ്രാർത്ഥന എന്താ? വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലാ, പടച്ചവനെ ഒരിക്കലും ഞങ്ങൾക്ക് വെറുപ്പുള്ള വിദ്വേഷമുള്ള പകയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമകളാക്കി ഞങ്ങളെ മാറ്റല്ല റബ്ബേ. ഭൂമി ലോകത്തൊരാളോട് ഞങ്ങൾക്ക് വെറുപ്പുണ്ടാക്കല്ല റബ്ബേ. ഭൂമി ലോകത്തൊരാളോട് ഞങ്ങൾക്ക് വിദ്വേഷമുണ്ടാക്കല്ല റബ്ബേ. ഭൂമി ലോകത്ത് ഒരാളോട് ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്ക് വിദ്വേഷം വരുത്തല്ല റബ്ബേ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ പ്രാർത്ഥന നിത്യജീവിതത്തിൽ പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഒരൊറ്റ സംഭവം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. മദീനത്തെ പള്ളിയിലിരിക്കുന്ന പുണ്യപ്രവാചകൻ, മദീനത്തെ പള്ളിയിലിരിക്കുകയാണ് പുണ്യപ്രവാചകൻ. ചുറ്റുവട്ടത്തും സഹാബാവൃന്ദം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആ സഹാബത്തിനോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, സഹാബാ, ആ വാതിലിലൂടെ ആദ്യം കടന്നു വരുന്നവൻ സ്വർഗത്തിന്റെ അവകാശിയാണ്. ആ വാതിലിലൂടെ ആദ്യം കടന്നു വരുന്നവൻ സ്വർഗത്തിന്റെ അവകാശിയാണ് സഹാബ എന്ന് പറഞ്ഞപ്പോ സഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹു അതാകാംക്ഷയോടെ അത്ഭുതത്തോടെ ആരാണ് ആ ഭാഗ്യവാൻ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഭൂമി ലോകത്ത് വെച്ച് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ഭാഗ്യവാൻ ആരാണ്? പുണ്യപ്രവാചകൻ പറഞ്ഞാൽ അത് തെറ്റില്ലല്ലോ, അത് തമാശയാകില്ലല്ലോ. ഹബീബായ നബി തങ്ങളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹ് അറിയിച്ചു കൊടുത്തതാണല്ലോ. ആ പുണ്യ നബിയാണ്, തമാശയ്ക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത പുണ്യ നബിയാണ്. നബുവത്തിന്റെ നാവിലൂടെ പറഞ്ഞത് അതിലൂടെ കടന്നു വരുന്നവൻ സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞപ്പോ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുമ്പോഴതാ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ആ മനുഷ്യൻ കടന്നു വന്നു, ആ സദസ്സിന്റെ ഒരറ്റത്തിരുന്നു. ജമാഅത്ത് നിസ്കാരത്തിലൊക്കെ പങ്കെടുത്തു. അദ്ദേഹം എഴുന്നേറ്റ് പോയി. രണ്ടാമത്തെ ദിവസം വീണ്ടും ഇതുപോലെ മജ്ലിസ് കൂടിയിരിക്കുന്നു. പുണ്യനബി വീണ്ടും പറയുന്നു, ആ കവാടത്തിലൂടെ ആദ്യം കടന്നു വരുന്നവൻ സ്വർഗത്തിന്റെ അവകാശിയാണ്. സഹാബത്ത് വീണ്ടും വീക്ഷിക്കുകയാണ്, ആരാണ് ആ ഭാഗ്യവാൻ? രണ്ടാമത്തെ ദിവസവും വന്നത് ആദ്യ ദിവസം വന്ന അതേ ആള് തന്നെയാണ്. മൂന്നാമത്തെ ദിവസവും ഇത് തന്നെ പറഞ്ഞു. മൂന്നാമത്തെ ദിവസവും ഈ മനുഷ്യൻ തന്നെയാണ് കടന്നു വന്നത്. ഉടനെ തന്നെ സഹാബത്ത് തീരുമാനിച്ചു, ഈ മനുഷ്യനെ ഒന്ന് വാച്ച് ചെയ്യണം, ഈ മനുഷ്യനെ ഒന്ന് വീക്ഷിക്കണം. എന്തുകൊണ്ടാണ് ഇവൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്? സഹാബത്ത് വീക്ഷിച്ചു, 1-2 ദിവസം വീക്ഷിച്ചു. വലിയ ഇബാദത്തൊന്നും കാണുന്നില്ല, ഞങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ കൂടുതലായി ഒന്നും കാണുന്നില്ല, വലിയൊരു ഇബാദത്തും കാണാൻ കഴിയുന്നില്ല. അവസാനമതാ ആ സ്വഹാബികൾ വന്നിട്ട് ഈ മനുഷ്യനോട് ചോദിച്ചു, അല്ലയോ മനുഷ്യ, അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾ സ്വർഗാവകാശിയാണെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു.
എന്താണ് നിങ്ങൾ അതിനു വേണ്ടി എന്ത് പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നത്? 2 ദിവസമായി നിങ്ങളെ ഞങ്ങൾ വീക്ഷിക്കുകയാണ്, പക്ഷേ യാതൊരു പ്രവർത്തനവും ഞങ്ങളിൽ നിന്ന് വിഭിന്നമായി യാതൊരു പ്രവർത്തനവും നിങ്ങളിൽ ഞങ്ങൾ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറയുകയാ, എനിക്കറിയില്ല ഹബീബായ നബി തങ്ങൾ എന്തിന്റെ പേരിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ എനിക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇന്ന് ഈ നിമിഷം വരെ, ഈ സമയം വരെ എന്റെ മനസ്സിൽ എനിക്കൊരാളോടും വിദ്വേഷം തോന്നിയിട്ടില്ല, ഒരാളോടും എനിക്ക് പക തോന്നിയിട്ടില്ല, ഒരാളോടും എനിക്ക് വെറുപ്പ് തോന്നിയിട്ടില്ല എന്ന് ആ മനുഷ്യൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ വചനം ഓർക്കണേ. പകയുള്ള മനസ്സുമായി നടക്കുന്ന മനുഷ്യ, എത്രയോ കുടുംബ ബന്ധങ്ങളാണ് പകയുടെ പേരിൽ തകർത്തെറിഞ്ഞിരിക്കുന്നത്, എത്രയോ കുടുംബ ബന്ധങ്ങളാണ്. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ മിണ്ടാട്ടമില്ല, അതുപോലെ തന്നെ ജ്യേഷ്ഠത്തി അനുജത്തി മക്കൾ തമ്മിൽ മിണ്ടാട്ടമില്ല. എന്തിന്റെ പേരിൽ? നിസ്സാരമായ ഇരിഞ്ഞ് സ്ഥലത്തിന്റെ പേരിൽ, ഒരു അതിര് തർക്കത്തിന്റെ പേരിൽ, അതല്ലെങ്കിൽ ഭൗതികമായ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിന്റെ പേരിൽ അല്ലാഹു ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന മനുഷ്യ, മനസ്സിൽ പകയും വിദ്വേഷവുമായി തക്കം പാർത്തിരിക്കുന്ന, ഒരവസരം കിട്ടാൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്ന മനുഷ്യ, അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്ക് കേൾക്കണേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്ക് കേൾക്കണേ. നിന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥിക്കണേ, വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലാ, കുറച്ചവനെ വിദ്വേഷം മനസ്സിൽ നിന്ന് നീക്കണേ റബ്ബേ, അസൂയ മനസ്സിൽ നിന്ന് നീക്കണേ റബ്ബേ, അഹങ്കാരം മനസ്സിൽ നിന്ന് നീക്കണേ റബ്ബേ. അവിടെ കാരുണ്യത്വം അല്ലാഹുവേ, അവിടെ നീ കാരുണ്യം വർഷിച്ചു തരണേ റബ്ബേ, കാരുണ്യത്തിന്റെ ഹൃദയത്തിന്റെ ഉടമകളാക്കണേ റബ്ബേ, കാരുണ്യത്തെ ഉയർത്തിക്കളയല്ല റബ്ബേ. മക്കളോട് കരുണ കാണിക്കാനുള്ള മനസ്സ് തരണേ റബ്ബേ, ഭാര്യയോട് കരുണ കാണിക്കാനുള്ള മനസ്സ് തരണേ റബ്ബേ, മാതാപിതാക്കൾക്ക് കരുണയുടെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കാൻ റബ്ബേ കരുണയുടെ ഹൃദയം തരണേ അല്ലാഹ്. മനുഷ്യത്വ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മനുഷ്യരാക്കണേ അല്ലാ എന്ന് പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ലോകത്തോട് പകർന്നു കൊടുക്കണേ. ഈ ജാഹിലിയ സംസ്കാരത്തിൽ, ആ ജാഹിലിയ സംസ്കാരം നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് തിരിച്ചു വരാൻ പാടില്ല, നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഒരിക്കലും തിരിച്ചു വരരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, നേരത്തെ ഉദ്ഘാടകനായ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ മുസ്ലിം ഇവിടെ അവലംബിക്കേണ്ടതെന്താ? ജാഹിലിയ സ്വഭാവത്തിൽ നിന്ന് അവൻ വ്യതിരിക്തമായി മാറുക, അവൻ ഒഴിഞ്ഞു നിൽക്കുക, അവൻ മാറി നിൽക്കുക, സുന്ദരമായ പരിശുദ്ധമായ ദീനിന്റെ സംസ്കാരത്തിലൂടെ അവൻ മുന്നോട്ട് പോകുക. പരിപൂർണമായി പരിശുദ്ധമായി ഇസ്ലാമിന്റെ സംസ്കാരം ഉൾക്കൊള്ളുക, ഇസ്ലാമിന്റെ വേഷവിധാനം ഉൾക്കൊള്ളുക, ഇസ്ലാമിന്റെ സ്വഭാവം ഉൾക്കൊള്ളുക, ഇസ്ലാമിന്റെ മാനുഷിക പരിഗണന ഉൾക്കൊള്ളുക, ഇസ്ലാം പഠിപ്പിച്ച മാർഗത്തിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ മുന്നോട്ട് ഗമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കുഴിച്ചു മൂടപ്പെടുന്ന ഈ മനുഷ്യത്വം കുഴിച്ചു മൂടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലാഹു യഥാർത്ഥ മനുഷ്യരാക്കി, മനുഷ്യത്വ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു യഥാർത്ഥ മനുഷ്യരാക്കി അല്ലാഹു നമ്മളെ രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് എന്റെ ഈ ലഘു ഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു അലാ